സോളമൻ, അപ്പോ എനിക്ക് ആള് തെറ്റിയിട്ടില്ല അല്ലേ? ഞാൻ ഇഗ്നേഷ്യസ്, ഇവിടുത്തെ വികാരിയാണ്. പാലക്കിലച്ഛൻ? അച്ഛൻ ഇപ്പൊ അരമനയിലാ. എത്താൻ വൈകി അല്ലേ? വരൂ. ഇന്ന് ആത്മാക്കളുടെ ദിവസമായതുകൊണ്ട് സെമിത്തേരിയിലെ കുർബാനയ്ക്ക് അച്ഛനെ കൂടി വിളിക്കാൻ ഞാൻ ഇന്നലെ അരമനയിൽ പോയിരുന്നു. അപ്പോഴാ സോളമൻ്റെ കാര്യം അച്ഛൻ എന്നോട് പറഞ്ഞത്. അച്ഛനിപ്പോൾ പണ്ടത്തെ പോലെ കുന്നും മലയും കയറിയുള്ള യാത്ര വയ്യ. അതുകൊണ്ടാണ് ഇന്ന്. പക്ഷെ എന്തായാലും ഇന്നത്തെ ദിവസം സോളമൻ വരുമെന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛനെപ്പോഴും എന്നെ മറന്നിട്ടില്ലല്ലേ? ഇല്ല, അങ്ങനെ എളുപ്പം മറക്കാൻ പറ്റുന്ന ഒരാളല്ലല്ലോ താൻ. അച്ഛൻ എന്നോടെല്ലാം പറഞ്ഞു. തന്നെ ഏൽപ്പിക്കാൻ ഒരു കത്ത് തന്നിട്ടുണ്ട്. പ്രിയമുള്ള സോളമന്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനാണ് ഈ കത്ത്. കഴിഞ്ഞതെല്ലാം ദൈവനിശ്ചയമായിരുന്നു എന്ന് കരുതുക. ദൈവമറിയാതെ ഒരു പക്ഷിത്തൂവൽ പോലും പൊഴിയുന്നില്ല എന്നാണല്ലോ. നമ്മൾ ആഗ്രഹിക്കും പോലെയല്ല അവൻ നിശ്ചയിക്കുന്നത്. അല്ലെങ്കിൽ ഈ കന്നഡഹള്ളിയിൽ നീ വരുമെന്നും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും നമ്മൾ ആരെങ്കിലും കരുതിയിരുന്നോ? എടോ, 38 വയസ്സിനിടയില് 56ാമത്തെ പെണ്ണുകാണലാ ഇത്. ജനിച്ചപ്പോ മുതല് പെണ്ണുകാണലായിരുന്നോ പണി? ഒന്ന് പോടോടുന്നു. ജാതകം ഒത്തു വന്ന 56ാമത്തെ പെണ്ണിനാ. എത്ര രാജ്യത്ത് നോക്കി, അവസാനമല്ലേ അറിയണത് എന്റെ വാരിയല് കിടക്കുന്നത് കന്നഡഹള്ളിയിലാണെന്ന്. വാരിയല്ലോ? വാരിയല്ലെന്ന് പറയാൻ എന്റെ പെണ്ണ് പറയണ കേക്ക്. 6, 5, 11 മൂലത്തിൽ നല്ല നമ്പറാണെന്നാ ജോത്സ്യര് പറഞ്ഞത്. മൂലത്തിലോ? എടോ, അതാണ് എന്റെ നാള്. ഓ, ഇന്നത്തെ മുഹൂർത്തത്തിൽ നടന്നില്ലേ പിന്നെ ഈ ആയുസിലും മാലയോഗം ഇല്ലെന്നാ. എന്റെ ദൈവമേ, ഞാൻ സന്യാസിയായി പോയി. ഇതെങ്കിലും മുടങ്ങാതിരുന്നാ മതിയായിരുന്നു. തന്റെ കരുനാക്കോടൊന്നും പറയാൻ നിൽക്കണ്ട. എന്താ? വെളിവാ, തീ തീ. അയ്യോ, നോ തീ, നോ ഫയർലു. ഞാൻ ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടതാ. എടാ പാട്ടി, നിനക്ക് ഈ നേരത്താണ് സ്വപ്നം കാണാൻ നേരം ഉണ്ടായത്? ഈ വേഷത്തിൽ ഞാനെങ്ങനെ ജനവട്ടത്തിലേക്ക് ನೀವು ಸ್ನಾನ ಮಾಡಿಬಿಟ್ಟು ಬೇರೆ ಬಸ್ಸಲ್ಲಿ ಬಂದ್ಕೊಳ್ರಿ. ചേട്ടാ, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. നിനക്ക് സ്വപ്നം കാണാൻ സമയം. അടിയളിയാ, അടിയളിയാ. പങ്കജദ്രോഹി, നിനക്ക് ഒരിക്കലും പെണ്ണാണ്ട് ഒരിടിച്ചു പോട്ടെ. ചേട്ടാ, ആ ചേട്ടനെ കൂടി പോണ പട്ടി. എന്തായോ എന്തായോ എന്നെ കല്യാണം പഠിക്കേ. ಕನ್ನಡಹಳ್ಳಿ ಬೇಗ ಬೇಗ ಬನ್ನಿ ಬನ್ನಿ ಬೇಗ. സുബൈക്ക് തന്നെ ഇത് ആരാണപ്പാ? ഇനിയിപ്പോ ഇടത്തോട്ടോ വലത്തോട്ടോ? ചേച്ചിയോട് വന്നിട്ടുള്ളതല്ലേ? അത് ചാച്ചന്റെ കൂട്ടത്തിലല്ലേ. കൊല്ലം എത്രയായി? ബെസ്റ്റ്. നമുക്ക് ചായക്കടയിൽ ചോദിച്ചു നോക്കിയാലോ? എക്സ്ക്യൂസ് മീ ലു. അതേ ലുലു, ഇല്ലിലു ഒന്തലു ഒരലു ഒരലല്ല രണ്ടലു ടീച്ചർമാരിലു താമസിക്കലു. എന്തൂട്ടി പറയണേ? ദുനിയാവിലെ ഏത് ഭാഷ ഇത്? അയ്യോ, മലയാളി. പടച്ചോനെ കൊഴപ്പായ? അതല്ല, മലയാളിയാണല്ലേ. മലയാളി ഇല്ലാത്ത സ്ഥലം ഏതാ ഈ ദുനിയാവില്? അല്ല, ഇങ്ങക്ക് ഇപ്പൊ എങ്ങട്ടാ പോണ്ടിയത്? ഈ സ്വർഗത്തിലേക്കുള്ള വഴി. പടച്ചോനെ, 10-60 കൊല്ലായിട്ട് അത് തന്നെയാണ് മോളെ നമ്മളും അന്വേഷിക്കുന്നത്. സ്വർഗം എന്നുള്ളത് വീടിന്റെ പേരാ. ഇവിടെ അന്നെന്നും ആലിസെന്നും പേരുള്ള റിട്ടയർഡായ 2 ടീച്ചർമാര് താമസിക്കുന്ന. ഓ, അങ്ങനെ പറ. നമ്മുടെ ടീച്ചർമാരിക്കടെ സ്വർഗം. ദേ ഇവിടുന്ന് കിഴക്കോട്ടൊരു ഫർലോങ് പോയാ വലത്തോട്ടൊരു ബയ്യുണ്ട്. അതിലെ നേരെ വെച്ച് പിടിച്ച കൂർഗിപ്പാറ. അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ പച്ചക്കുന്ന്.
പച്ചക്കുന്ന് കയറി ചെല്ലണത് നിങ്ങൾ പറഞ്ഞ സ്വർഗത്തിലോട്ടാണ്. അധികം ദൂരമുണ്ടോ? ഇപ്പൊ പോയാ ഇന്ന് തന്നെ എത്തും. അങ്ങോട്ട് വണ്ടി വല്ലതും? അബരിക്കട വണ്ടിയും പള്ളിയിലച്ഛന്റെ വണ്ടിയും മാത്രമേ ആ ബൈക്ക് പോലുള്ളൂ. അതും വല്ലപ്പോഴാ. പിന്നെ വേണമെങ്കിൽ ദൈവം കൊണ്ടുവന്നാക്കും. ರಾಚಯ್ಯ ಇಬ್ಬರನ್ನು ನನಗೆ ಟೀಚರ್ ಮನೆ ಇದ್ದಾದಲ್ಲ ಅಲ್ಲಿ ಬಿಟ್ಟು ಬಿಡು. ಹೋಗದರೆ ಸೊನ್ನಾಗಿಲ್ಲ, 15 രൂപ കൊടുಬೇಕು. എന്താണ്? ബൈ മോശാണ്, 15 ഉറുപ്പ്യ വേണമെന്നാ പറയണേ. എത്ര വേണമെങ്കിലും കൊടുക്കാം. അതല്ല അവരിനെ കൊടുവാ, നീ മുതൽ പോകുക. ബന്നി. പന്നിയാ? ആരാടാ പന്നി? ഏയ് ചെല്ലാൻ പറഞ്ഞതാ. ചെന്നി ചെന്നി. താങ്ക്സ്. അല്ല ഡാൻസും പറഞ്ഞ് പോവേണ, ചായ വേണ്ടേ? ഇപ്പൊ വേണ്ട. നമ്മുടെ കട പിടിച്ചിട്ടുണ്ടാവില്ലല്ലേ? അയ്യോ അതുകൊണ്ടല്ല. മാതാവേ, നമ്മൾ നേപ്പാളിലെത്തിയ? ഇവിടെ ഒരു ടിബറ്റൻ കോളനി ഉണ്ടെന്നാ പറയുന്നേ. അതിന്റെ ആൾക്കാരായിരിക്കും. ഞാനും ആദ്യമായിട്ട് കാണുക. നല്ല ചുളു ചുളാന്നുള്ള കാറ്റാ. ആ കടയിൽ നിന്ന് ഒരു ചായ കുടിക്കായിരുന്നു. ടീച്ചർമാരുടെ അടുത്തെത്തിയ നല്ല അസല് ചായ കിട്ടും. അന്ന ടീച്ചർ ഇടുന്ന ചായക്ക് നല്ല ടേസ്റ്റാ. ഒന്ന് മതിയാക്കോ? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതൽ തുടങ്ങിയതാ ടീച്ചർമാരും സ്തുതിഗീതം. അതേടാ, ഞാൻ പറയും. അത്രയ്ക്ക് ജീവനായിരുന്നു എന്നെ. താഴത്തും തലയിലും വെക്കാതെ നിന്നെ ഒരുപാട് പുന്നാരിച്ചിട്ടുണ്ട്. നേരിട്ട് കാണുമ്പോ നിനക്കും ബോധ്യാവും. ശരിക്കും മാലാഖമാരാ. മാലാഖമാര് ഇപ്പോഴും ജീവനോടെ ഉണ്ടോ അതോ ശരിക്കും സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ടാവോ? ഒരൊറ്റ വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ. ഈ സമയത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായത് ഭാഗ്യാണെന്ന് കൂട്ടിക്കോ. നിന്നെ അവര് കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കും. കണ്ണു തുറക്ക അന്നേച്ചി. കാറ്റടിച്ച് നീരൊഴുകട്ടെ. ഓ, ഇത്തിരി കഴിയട്ടടി. പെട്ടെന്ന് തുറന്നാലുള്ള നീറ്റല് നിനക്ക് അറിയത്തില്ലയോ? കൊള്ളാം. ഇനിയിപ്പൊ എന്റെ കണ്ണിൽ ആരാ ഒഴിച്ചു തരുന്നേ? കിക്കിലി ചേട്ടത്തി വരത്തില്ലയോടി? ഓ, അവരിനി എപ്പോഴാ വരുന്നേ ആവോ. എന്നാ നീ ഇങ്ങോട്ട് ഇരിക്കേ. കാര്യമായിട്ട് വിരുന്ന് വിളിക്കുന്നുണ്ടല്ലോ. ആരാന്ന്? ഓ, നമ്മളെ തിരക്കി ഈ കുന്നു കയറി ആര് വിരുന്ന് വരാനാടി ആലീസേ? ഇപ്പോഴെന്നായി? ഞാൻ പറഞ്ഞില്ലയോ, കാക്ക അങ്ങനെ ചുമ്മാ വിരുന്ന് വിളിക്കത്തൊന്നുമില്ല. സോഫിയ മറ്റോ ആന്നോ? ഏയ്, ഇതേതോ വിരുന്ന് തന്നെ. ആ ആ തത്രപ്പെട്ട് ഓടണ്ട. കാലേ മസില് കയറിയ പിന്നെ തിരുമാൻ ആളില്ലെന്ന് കണ്ടോ? എന്റെ മാതാവേ, ഞാനിത് ആരാ കാണുന്നേ? അന്നേച്ചി, ഇതാരാ വന്നേ നോക്കിയേ. ഇങ്ങോട്ട് കേറി വാ പെണ്ണേ. റീസമോളല്ലയോ? അന്ന ടീച്ചർ എന്തിനാ കരയുന്നേ? ഒന്നുമില്ല, നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. വാ. എന്താ ഇത്? പ്രായമായില്ലയോ? ഓരോ പാർട്ടായിട്ട് അങ്ങ് റിപ്പയർ ആയിക്കൊണ്ടിരിക്കുക. ഇരിക്ക്. നീ ആകെ അങ്ങ് മാറിപ്പോയല്ലോ. അവൾക്ക് കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ആയില്ലയോ? അല്ലയോ പെണ്ണേ? ഇപ്പോഴെങ്കിലും നീ ഞങ്ങളെ ഓർത്തല്ലോ. ഞാൻ എന്നും ഓർക്കാറുണ്ട്. അത് ചുമ്മാതാ. എസ്റ്റേറ്റ് കാര്യങ്ങൾ നോക്കാൻ പറ്റിയ ഒരാളെ വേണമെന്നും പറഞ്ഞ് നിനക്ക് എഴുതിയിട്ട് നാളെ എത്രയായി? എവിടെ ആള്? ആളെയല്ലേ ഇപ്പൊ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നേ? മനസ്സിലായോ? എന്റെ അനിയന സോമൻ. സോമൻ. സോമനോ? എന്റെ മാതാവേ, ഇവനങ്ങ് വളർന്ന് മുട്ടനായി പോയല്ലോ. വേണ്ടേ, അവന് മീശയൊക്കെ വന്നല്ലോടി. ഇങ്ങ് വന്നേ. വാ വാ വാ, ഇവിടെ ഇരിക്കും.
നിനക്ക് ഓർമ്മയുണ്ടോ ഞങ്ങളെ? ദാ നഴ്സറി ക്ലാസ്സിലേക്ക് ഞങ്ങളുടെ വിരലുമേ തൂങ്ങിപ്പോയതൊക്കെ ഓർമ്മയുണ്ടോടാ നിനക്ക്? അന്ന് പെരുമഴയത്ത് നിനക്ക് ഒറ്റയ്ക്കൊരു കൊടയിൽ നടക്കണമെന്ന് വാശി പിടിച്ച് എന്നെ മഴ മുഴുവൻ നനയിപ്പിച്ച് ഞാൻ പനി പിടിച്ച് കിടന്നത് നിനക്ക് ഓർമ്മയില്ലേടാ? എന്തൊരു കുസൃതിയായിരുന്നെന്നറിയാമോ? ഇപ്പോഴും ഉണ്ടോടാ അതൊക്കെ? ഇപ്പൊ ഇത്തിരി കൂടുതലാ. കുറച്ച് മര്യാദ പഠിപ്പിക്കാൻ കൂടിയാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇവിടെ ആകുമ്പോ നിങ്ങൾ രണ്ടാളുടെ നോട്ടും ഉണ്ടാവൂല്ലോ. അയ്യോ, പണ്ടത്തെ പോലെ ഒന്നും അല്ല പെണ്ണേ. ഇപ്പൊ ഞങ്ങളെ നോക്കാൻ തന്നെ ഇവിടെ ആളെ നിർത്തിയേക്കുവാ, ഒരു ഹോം നേഴ്സിന്. എന്തായാലും വേണ്ടല്ല, ഇവൻ ഇവിടെ നിന്നോട്ടെ, ഞങ്ങള് പൊന്നുപോലെ നോക്കിക്കൊള്ളാം. ആ സോമന് ഡ്രൈവിംഗ് അറിയാമോ? പ്ലെയിൻ ഒഴിച്ചുള്ളതെല്ലാം അവൻ ഓടിക്കും. അത്യാവശ്യം വന്നാ ഞാൻ പ്ലെയിനും ഓടിക്കും. ആ അന്നേച്ചേ, എന്നാ ഇവിടുത്തെ പ്ലെയിൻ ഇനി സോമൻ ഓട്ടിക്കട്ടെ. പ്ലെയിനാ? എന്തു പറ്റിയടാ? ആ ആർക്കറിയാം, മാലാകമാർക്ക് ഉടലോടെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുഷ്പവിമാനമാണല്ലോ. എന്തായാലും ബസ്സിന് സമയാവുന്നതിന് മുമ്പ് ഇവിടം വരെ എത്തിയല്ലോ. ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നല്ല ചിന്തയിലുള്ളൂ. സോമ, ചങ്കി കുത്തുന്ന വർത്താനം പറയല്ലേ. ഞാനൊന്നും പറയണില്ലേ, ചേച്ചി ഉണി പൊക്കോ. ഞാൻ ഈ വൃദ്ധസദനത്തിൽ കിടന്ന് എങ്ങനെയെങ്കിലും നരകിച്ച് ചത്തോളാം. അത് നരകമൊന്നുമല്ല, സ്വർഗ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവരവര്. ഇനി നീയായിട്ട് നരകമാക്കാണ്ടിരുന്നാ മതി. അതെ, ഞാൻ പോണടത്തൊക്കെ നരക. ചേച്ചി പോയി രക്ഷപ്പെട്ടോ. സോമ, നീ വിഷമിക്കാതിരിക്കെ, എല്ലാം ശരിയാകും. സോറി, പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്കാവണ പോലെ തോന്നി, അതുകൊണ്ടാ. ചേച്ചി ഇടയ്ക്കൊക്കെ വരാടാ. നടന്നോ. കൂവണ്ട, ഞാനിവിടെ ഉണ്ട്. 2 പാവയ്ക്ക വേവിക്കാൻ ഇത്രയും കൂവേണ്ട വല്ല കാര്യമുണ്ടോ? കിക്കിലിച്ചേർത്തേ, ദേ അവിടെ ഒരാൾ കൂവുന്നു. എല്ലാരും കൂടെ അവിടെ എവിടെ ഇരുന്ന് കൂവിയാലേ കുറച്ച് പാടാ. എനിക്ക് 1.5 കാലേ ചേർത്തേ, അറിഞ്ഞൂടെ? ദേ വരുന്നേ, അവിടെ ഇരുന്ന് കൂവ്. എന്നാത്തിനാ ഇങ്ങനെ വിളിച്ചു കൂവുന്നേ? ആലീസിന്റെ കാലേ മസിൽ കയറിയതാ. ഓ, ഇപ്പൊ ഇങ്ങനെ മസിൽ കയറാൻ എന്നതാ ഉണ്ടായേ? ഞാൻ വേണ്ട ഈ പില്ലോ കവർ ഇടുവായിരുന്നു മാറാല തുടയ്ക്കാൻ. ഈ തുടപ്പനും കൊണ്ട് കേറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ, കേക്കണ്ടായോ? തുടക്കലും വിരിക്കലും കട്ടിലൊരുക്കലും എന്നതാ ഇതൊക്കെ? എങ്ങാണ്ടെന്നോ ഒരുത്തൻ വലിഞ്ഞേറി വന്നതിന് ഇത്രയും തത്രപ്പാട് വേണോ? എങ്ങാണ്ടെന്ന് വലിഞ്ഞു കയറി വന്നതല്ല, അവൻ ഞങ്ങളുടെ കുഞ്ഞാ. നിങ്ങളുടെ കുഞ്ഞോ? പേരും പിറപ്പൊന്നും വേണ്ടെന്ന് വെച്ചവർക്ക് ഇപ്പൊ എവിടുന്ന ഇങ്ങനെ ഒരു കുഞ്ഞ്? ഞങ്ങളുടെ മടിയിലേക്ക് പെറ്റു വീണ കുഞ്ഞാ അവൻ. അവന്റെ പപ്പയെക്കാളും അമ്മയെക്കാളും ഇഷ്ടം ഞങ്ങളോടായിരുന്നു. ഞങ്ങൾ വാരി കൊടുത്താലേ ഉണ്ണു, ഞങ്ങളുടെ കൂടെ ഉറങ്ങൂ. സത്യം പറഞ്ഞ കളഞ്ഞുപോയതെന്തോ തിരിച്ചു കിട്ടിയ പോലെ ഒരു തോന്നലാ. അല്ലയോടി ആലീസ? ശരിയാ, എന്നാന്നറിയത്തില്ല, മനസ്സിനൊരു വല്ലാത്ത സന്തോഷം. അത്ര സന്തോഷിക്കൊന്നും വേണ്ട. അവൻ ആളത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പരദൂഷണം പറയാണെന്ന് വിചാരിക്കരുത്. ആ ചെക്കനെ ഒരെല്ലു കൂടുതലാ. അല്ലേലും സ്വന്തം കൂട്ടത്തിൽപ്പെട്ടവരെ തിരിച്ചറിയാൻ കിക്കിലി ചേർത്തിക്ക് നല്ല മിടുക്ക. ചിരിക്കണ്ട ചിരിക്കണ്ട. ഇനി എവിടെയെങ്കിലും മസിൽ കയറിയാലേ ഉഴിയാനും പിടിക്കാനും എന്നെ കിട്ടത്തില്ല. ആ ഹോം നേഴ്സ് വരുന്നവരെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരുന്നോണം. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇന്നലെ വരെ മൂങ്ങളെപ്പോലെ കൂനിക്കൂടി ഇരുന്നതുങ്ങളാ. ഇന്നിപ്പോ എങ്ങാണ്ടുന്ന ഒരു വളർത്തു പുത്രനെ കിട്ടിയപ്പോ ചിരിക്കുന്ന ചിരി കണ്ടില്ലേ? മനസ്സിൽ വിചാരിച്ച ഒട്ടനെ മുമ്പിൽ വരും. ആക്രാന്തം 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 കാണിക്കാതെ ഇതൊന്നും ആരും എടുത്തോണ്ട് പോലും ഇവിടെ തന്നെ കാണും. പതുക്കെ പതുക്കെ കുടിച്ചോ. ഞാൻ ഒറ്റക്കല്ല, 2 അമ്മമാരും കൂടി. ഓഹോ, 2 ആൾക്കും ഇതൊന്നും തിന്നാൻ വയ്യാത്തോണ്ട് ഇവനെ കൊണ്ട് തിരിപ്പിക്കുക അല്ലേ? ആലിസോച്ചമ്മേ, ഒന്ന് അങ്ങോട്ടിരുന്നാട്ടെ. ഈ കൊച്ചൻ മനസമാധാനായിട്ട് വല്ലതും വെട്ടി വിഴുങ്ങിക്കോട്ടെ. സോമൻ സമാധാനമായിട്ടിരുന്ന് നിന്റെ ഇഷ്ടത്തിന് കഴിച്ചോ? അയ്യോ, എനിക്ക് മതി, ഇപ്പൊ തന്നെ ശ്വാസം മുട്ടറായി. ശിരസി കയറിയ വെപ്രാളത്തിനിടയ്ക്ക് അവൻ നമ്മളെ വിളിച്ചത് നീ ശ്രദ്ധിച്ചോടി ആലീസേ? അമ്മമാരെന്നല്ലയോ?
ഒന്നും കഴിക്കുന്നില്ലേ? കഴിക്കും കഴിക്കും. ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള ആൾക്കാരാ. ദാ ഈ ഒരു ഗ്ലാസ് പാവയ്ക്കാ നീരും 2 ചപ്പാത്തി അല്ലാതെ വേറെ എന്തെങ്കിലും കഴിച്ചെന്ന് ആ ഹോം നഴ്സ് അറിഞ്ഞ ഈ തറവാടിനെ തല തിരിച്ചു വെക്കും. കൊക്കിലൊതുങ്ങണ്ടേ കൊത്താവും മോനെ. ഇതൊക്കെ കഴിക്കാം. അയ്യോ ഇത് ബോളിയാ, മധുരവാ, കഴിക്കാൻ പാടില്ല. ഓ, വല്ലപ്പോഴും ഒത്തിരി മധുരം കഴിച്ചെന്ന് വെച്ച് ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാനല്ലേ തരണേ. അല്ല, ഞാൻ വന്നപ്പോ കളഞ്ഞു പോയതെന്തോ തിരിച്ചു കിട്ടിയ സന്തോഷാണെന്നല്ലേ പറഞ്ഞത്? എന്റെ ഒരു സന്തോഷത്തിന് ഒരു ഓസ്തിയോളം മതി. എന്തേ? കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടിങ്ങനെ അരുൾ ചെയ്തു: ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ഇവൻ പെട്ടെന്ന് 2 പെട്ടി വാങ്ങിപ്പിക്കുമേ. എന്റെ മാതാവ്, ഞാൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? വെറുതെ അല്ല രണ്ടാൾക്കും ബംഗ്ലാവിൽ നിന്ന് പുറത്തിറങ്ങാൻ ശേഷിയില്ലാത്തത്. ഇതുപോലെ ഓരോ ലോഡ് ഗുളിയെ മരുന്നും കഴിച്ച് ഈ 2 ഉണക്ക ചപ്പാത്തിയും തിന്നുകൊണ്ടിരുന്ന കർത്താവിനാണെങ്കിൽ പോലും ഈ കസേരയിലിരുന്ന് ഇങ്ങനെ ആടാനേ പറ്റുള്ളൂ. എന്നാത്തിനാ നീ ഇതൊക്കെ എടുത്തോണ്ട് വന്നേ? ഉത്തരവാദിത്തപ്പെട്ടവര് പോയ വഴിക്കാണെങ്കിൽ പിന്നെ എടുക്കാതെ എന്ത് ചെയ്യും? എനിക്ക് എന്റെ അമ്മമാരെ നോക്കാതിരിക്കാൻ പറ്റുമോ? കിക്കിലി ചേർത്തി എവിടെ പോയി? അയ്യോ, ഞാൻ ആ ഹോം നഴ്സിന്റെ കാര്യം പറഞ്ഞേ. അവൾ അവളുടെ ഇച്ഛായന് സുഖമില്ലാന്ന് അറിഞ്ഞിട്ട് പോയതാ. ഓ, ഇന്നോ നാളെയോ എത്താതിരിക്കുകയല്ല. സോമ, ഹോം നേഴ്സിനെ ഒന്നും പറഞ്ഞേക്കല്ലേ. വേണ്ടേ, ഇവളുടെ വലം കയ്യാ. സോറി, ഞാൻ അറിഞ്ഞോണ്ട് പറഞ്ഞല്ല. അല്ല, അവരവരുടെ ലിസ്റ്റിൽപ്പെട്ട മരുന്നിന്റെ പേര് പറഞ്ഞാ ഞാൻ എടുത്തു തരാം. എനിക്ക് നല്ല കൈപ്പുണ്യ. വേണമെങ്കിൽ ഇന്ന് മുതൽ ഞാനിവിടുത്തെ ഹോം നേഴ്സും ആവാം. എന്നാ പിന്നെ വെക്കലും വിളമ്പലും ഒക്കെ കൂടി അങ്ങ് ആയിക്കോ. ഞാനങ്ങ് ഒഴിഞ്ഞു മാറി തരാം. വേണ്ടി വന്ന ഞാൻ അതും ചെയ്യും. ചില്ലി ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ ഫ്രൈ, ബട്ടർ ചിക്കൻ, ചിക്കൻ പുലാവ്, ചിക്കൻ 65 ഇതൊക്കെ ഞാനും ഉണ്ടാക്കും. ചിക്കൻ ചേട്ടത്തി പേടിപ്പിക്കല്ലേ. ചിക്കൻ ചേട്ടത്തി അല്ല, കിക്കിലി ചേട്ടത്തി. ആദ്യം പേര് പറഞ്ഞു പഠിക്കടാ കോമ. അയ്യോ, അങ്ങനെ ചൂടാവല്ലേ. ദേഷ്യം പിടിക്കുമ്പോ കിക്കിലി എടുത്തിട്ട് മുഖം കാണാൻ എന്ത് രസാ. അല്ല, ഏതൊരു സിനിമാ നടിയുടെ പോലെ ഉണ്ടല്ലോ അല്ലേ? അവിടുന്ന് അവന്റെ ഒരു സത്യം പറച്ചില്. നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഈ വക കുറുമ്പൊക്കെ എവിടുന്നാ പഠിച്ചേ? അതൊക്കെ എന്റെ ചോരയിലുള്ളതാ. സിനിമാ നടിയെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ നാണം കണ്ടില്ലയോ? ഇനിയിപ്പൊ നേരം വെളുക്കേണ്ട താമസേ ഉള്ളൂ. മാത്തുക്കുട്ടിയോട് പോയി പറയും. ആരേ മാത്തൂട്ടി? കിക്കിലി ചേർത്തിയുടെ മോനാ. അവനാ ഇപ്പൊ തോട്ടത്തിലെ കാര്യസ്ഥൻ. എന്നാ കാര്യസ്ഥനാ? 24 മണിക്കൂറും വെള്ളത്തിലാ. വിളി കേക്കുന്നത് ആളെങ്കിർക്ക്. யாரா அது மாயாண்டியா? தண்ணிக்குள்ள வாடா. വേണം, മാസത്തിൽ 2 തവണ കുളിച്ചാല് എനിക്ക് ജലദോഷം വന്നിടും. തന്നെ എനിക്ക് അലർച്ചി. എന്നാ കുറച്ച് വിക്സ് പരട്ടിട്ട് വാ. ഏത് കാത്താനെ എപ്പ പാത്താലും തണ്ണീർ ഇറക്കുക. എന്ന് ഞാൻ എൻ്റെ അമ്മയുടെ തലവട്ടം കണ്ടോ അന്ന് തുടങ്ങി എൻ്റെ കഷ്ടകാലം. കിടക്കാൻ സ്വന്തമായിട്ടൊരു കിടപ്പാടം ഇല്ലാന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല ജന്തുത്തള്ള. കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരനായ എൻ്റെ ബോഡി ഫുൾ ടൈം ഹീറ്റായി സ്മോക്ക് വരാൻ തുടങ്ങി. എൻ്റെ റേഡിയേറ്റർ തണുപ്പിക്കാനാണ് ഞാൻ വെള്ളത്തിൽ കിടക്കുന്നത്. ഒരു ദിവസം ആ കിളവി ടീച്ചർമാരെ തല മണ്ണി കുത്തിയ ആ സ്വത്ത് മുഴുവൻ എനിക്ക് കിട്ടും. അപ്പൊ ഞാൻ രാജാവ് മാതിരി. മാത്തൂട്ടിയേ, നീ ഇങ്ങനെ പോത്തിനെ പോലെ വെള്ളത്തിൽ മുങ്ങി കിടന്നോ? ദേ തോട്ടം നോക്കാനേ വേറെ ആണുങ്ങൾ വന്നിരിക്കുന്നു. നീ വേഗം എഴുന്നേറ്റ് വാ. വേറെ ആണുങ്ങളോ? അതാര്? ഇതാ മത്തോത്തി. അല്ല, മാത്തൂട്ടി. ഇയാളെങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നേ? ആള് ശുദ്ധ പാവ, ഉള്ളിൽ ഒന്നുമില്ല. അതാ ഇങ്ങനെ പൊങ്ങി കിടക്കണേ. അതെല്ലാം പ്രാക്ടീസ്. യോഗാസനം അല്ലടാ, ജലാസനം. അതായത് ആസനം ജലത്തിൽ ടച്ച് ചെയ്യാം. നീ കേറി വാടാ. പുതിയ മാനേജറെ എസ്റ്റേറ്റ് മുഴുവനും ചുറ്റി കാണിക്കാൻ അന്നക്കുച്ചമ്മ പറഞ്ഞയച്ചിരിക്കുക. ഞാൻ ചെല്ലട്ടെ. എസ്റ്റേറ്റ് മുഴുവനും ചുറ്റി കണ്ടേച്ച് വരുമ്പോഴേ വെട്ടി വിഴുങ്ങാൻ എന്തെങ്കിലും വേണ്ടേ? വന്നിരിക്കുന്നു മാനേജര്. ആഹാ, ഇത് സ്റ്റൂളാസന. നീನು ಹೊಸರೇನು? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ ആളല്ല. ചോദിച്ചത്
സോളമൻ. ചോളമൻ പെരുമാളാ. അപ്പൊ കന്നഡ അറിയത്തില്ലല്ലേ? ഭാഷ അറിയാതെ എസ്റ്റേറ്റിൽ എന്നാ വളർത്താനായി തെണ്ടി? ഭാഷയൊക്കെ ഞാൻ ഒലത്തിക്കോളാം. തുടക്കത്തിൽ ഉടക്കാനാണ് ഭാവമെങ്കിൽ തന്റെ ഈ ക്ലോസറ്റ് കഴിയുന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ, പൊളിച്ചടുക്കി പെട്ടിലാക്കി പേഴ്സണലാക്കി കളയും ഞാൻ. മാനേജറായ ഇങ്ങനെ വേണം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തല്ലേ. എനിക്ക് ഇവിടെ ഒന്ന് ചുറ്റി കാണണം. ഇവിടെ എന്നാ കാണാനാ? കുറെ മലയും കുന്നും കാപ്പിത്തോട്ടം ഓറഞ്ചും. ആ ഇവന്റെ ഭാര്യയുടെ കല്യാണമുണ്ട്. ഭാര്യയുടെ കല്യാണം? ഭാര്യ ഡൈവോഴ്സ് ചെയ്തു? ഇല്ല സാർ, ടൈം കിടക്കലേ. അതൊരു സോക കഥ. ഡൈവോഴ്സ് ചെയ്തിരുന്നെങ്കിൽ അവൾ ഇവനെ വിട്ട് പോകുമായിരുന്നാ? ആദ്യ രാത്രി ഇവനൊന്ന് ഡൈവോഴ്സ് ചെയ്യാൻ നോക്കി, എന്തോ കണ്ട് പേടിച്ച് അവളെ ഓടിപ്പോയി. എന്റെ കയ്യിൽ എങ്ങനെ ആയിരിക്കണം? മിനിമം ഒരു 500 ഡൈവോഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടനെ. ഭയങ്കരമായ ആള്. അതെങ്ങനെയാ? കർത്താവും അടിവുള്ളവനെ കൊണ്ട് അറിയാൻ പറയില്ലല്ല. അല്ല, ഈ കല്യാണം ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്താ, തൊട്ടടുത്ത്. സാറ് വരുമോ? സാറ് ഫാമിലി കൂട്ടി മെനഞ്ഞാന്ന് പറഞ്ഞോ. അതായത് നാളെ. അല്ല, നിങ്ങളുടെ ഭാര്യയുടെ കല്യാണത്തിന് പോവും? നല്ല സാപ്പാട് കിടക്കും. എന്നതാ സോമ നീ കാണിക്കുന്നേ? പിന്നല്ലാണ്ട്. ആ ആൽബത്തിലൊക്കെ നിങ്ങളെ കാണാൻ എന്ത് രസം. നല്ല കറുത്ത മുടിയും നല്ല ഉടുപ്പും ഒക്കെ ഇട്ട്. അല്ലാണ്ട് ഒരു കാര്യമില്ലാതെ എൻ്റെ അമ്മൂമ്മമാരാവണ്ട. ഈ ബംഗ്ലാവിന്റെ അകത്തിങ്ങനെ ഒതുങ്ങി കൂടി ഇരിക്കാതെ പുറം ലോകമൊക്കെ ഒന്ന് കാണണം. ഇവന്റെ ഒരു കാര്യം അനങ്ങാണ്ടിരിക്കാമേ. ഇപ്പൊ റെഡിയാക്കി തരാം. എടി ആലീസേ, എന്റെ മുഖം കണ്ടോടി? അയ്യോ, ഇത് എന്റെ മുഖാണല്ലോ. സോമ, ഇവിടം കൂടി ഒന്ന് കറുപ്പിക്കണേ. എന്റെ ഇവിടെ ഇവിടെ ഇവിടെ. അത് വേണ്ട, മുഴുവൻ കറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൂവാലന്മാര് നിങ്ങളുടെ പുറകെ പോവാണ്ടിരിക്കാൻ. കൂടെ പാതി നിറച്ചാ പോരാ, നന്നായിട്ട് നിറയ്ക്കണം. നന്നായി കൂട നിറക്കുബേക്കു. നന്നെ കൂടെ നിദ്ര ബേക്കു. എന്തത്? അതെത്ര ചിരിച്ചിട്ടോടനെ? അല്ല മാലതി, ഈ നന്നെ കൂടെ നിദ്ര ബേക്കു. അയ്യോ വേണ്ട സാറേ, കൊച്ചന്മാരറിഞ്ഞ വളരെ മോശമല്ലേ. അല്ല, എന്റെ അർത്ഥം? വേണ്ട വേണ്ട, ഒന്നും അറിയാത്ത പോലെ മണ്ടം കളിക്കണ്ട. അയ്യോ സത്യമായിട്ട് എനിക്കറിയില്ലേ. പോ സാറേ. പറയില്ല. ആ എല്ലാവരും നന്നെ കൂടെ നിദ്ര ബേക്കു. എന്തായി? ഒന്നും പറയണ്ട സാറേ, മാർക്കറ്റ് ഇടിഞ്ഞു. കർത്താവേ, എന്നിട്ട് ആരെങ്കിലും മരിച്ചോ? ക്യാരറ്റിന്റെ മാർക്കറ്റിനെ കുറിച്ചൊന്നും അറിയില്ലല്ലേ. വാനും കോട്ടും കേട്ട് നടക്കണേ. എന്തോ വെച്ച് കിട്ടി? നമ്മള് പതിവായതുകൊണ്ട് അടിപറ്റില്ല. പണം എവിടെ? പണം എന്റെ കയ്യിലുണ്ട്. എവിടെ? കൊടുക്കാൻ വേണ്ടി ബംഗ്ലാവിലേക്ക് പോവുകയാണ്. ഞാൻ കൊടുത്തോളാം. അയ്യോ, ഞാൻ കൊണ്ട് കൊടുത്തില്ല, കൊച്ചന്മാര് സമ്മതിക്കില്ല. ഞാൻ സമ്മതിപ്പിച്ചോളാം. അല്ല, ഇപ്പൊ ആരും കൊടുത്താലും കുഴപ്പമില്ല. എത്ര ഉണ്ട്? കിട്ടിയ മുഴുവൻ ഉണ്ട്. ബില്ല് എവിടെ? ബില്ലോ? ഇവരാരും ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. നമ്മള് പതിവുകാരായതുകൊണ്ട് വായുവിൽ എഴുതി കൂട്ടും. വായിലോ? വായു എയർ ഇംഗ്ലീഷ് അറിയില്ലല്ലേ? കാറ്റ്. എന്താ നാറ്റത്? ഇയാളെ കള്ളു കുടിച്ചണ്ട. ഇതാണ് ഇവിടുത്തെ കാറ്റിന്റെ കുഴപ്പം, ഒരു വൃത്തികെട്ട സ്മെല്ല്. അതെ, കൊടുക്കുന്ന ചരക്കിന്റെ കണക്ക് കൃത്യമായിട്ട് ബില്ലാക്കി വാങ്ങിച്ചോണ്ടല്ലോ. മനസ്സിലായ? ഇതെന്തത്? പേപ്പർ. തനിക്കെന്താ പേപ്പർ വെച്ചോടും ഉണ്ടോ? അതെ, ഈ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോ ഒരാഴ്ചത്തെ പേപ്പർ ഒന്നിച്ച് വാങ്ങിച്ചിട്ട് വരും. പാലക്കലച്ചനുള്ളതാ. നാളെ ഷക്കീലയുടെ പടം റിലീസ് ഉണ്ട്. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ ഞാൻ കണ്ടതാ. കൊള്ള. അതെ, ഒരെണ്ണം ഞാൻ എടുത്തു എന്ന് പറഞ്ഞാൽ. അയ്യോ, അച്ഛൻ സമ്മതിക്കല. സമ്മതിച്ചാൽ പോയി പള്ളി പറയാൻ പറയും. അച്ഛൻ പള്ളി തന്നെ ഇരിക്കുന്നേ. അപ്പൊ അവിടെ തന്നെ പറയാലോ. കേറി പോ നോക്ക്. അല്ല, ഇതെന്താ? ചെവി. ഇതാ മാതാവ്, 100 നോട്ടാണല്ലോ. ഇതെങ്ങനെ ചെവിയിൽ വന്ന്? മാർക്കറ്റ് ഇടിഞ്ഞപ്പോ പറഞ്ഞു വന്നിരുന്നായിരിക്കും. അഭ്യാസം എടുത്തോണ്ടല്ലോ. അല്ല, ഒരു അബദ്ധം പറ്റിയതാ. കളിക്കല്ലേ. സാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. കൊച്ചമ്മമാരോട് പറയരുതേ. പോയിക്കോ. പിന്നെ ഇത് വെച്ചോ. ഫുള്ളാ? ഇന്നെ കൂടാ നിദ്ര ബേക്കൂ. ഞാൻ അത്രക്കാരനല്ല. സാർ എന്നെ അങ്ങനെ കാണരുത്. ഒരു സഹോദരനായിട്ട് കാണണം. സാറിനും ഇല്ല അമ്മയും പെങ്ങളും സിസ്റ്റേഴ്സും. അല്ല മാത്തൂട്ടി,
കാശ് തന്നെ വളക്കാൻ നോക്കണേ, എന്നെ കിട്ടൂല. എന്നാ വണ്ടി വിട്ടോടാ, കുഴപ്പമില്ല. അല്ല നിങ്ങള് ഈ എന്നെ കൂടെ പോടാ. ഇനി ചീത്ത വാക്കായിരിക്കും ഇത്. നന്നെ കൂടാ നിദ്ര ബേക്ക്. ഇല്ലച്ചോ, ഞാൻ വെറുതെ. ഞാൻ എന്താ ഈ കാണണേ, എന്താ ഈ കേക്കണേ? കഴിഞ്ഞ ഞായറാഴ്ച പള്ളി വെച്ച് കണ്ട പോലെ അല്ലല്ലോ, ആകെ ഒരു മാറ്റം. ഒരാഴ്ച കൊണ്ട് എന്താ അത്ഭുതം ഇവിടെ ഉണ്ടായത്? വല്ല ദൈവദൂതന്മാരും പ്രത്യക്ഷപ്പെട്ടോ? ഊവച്ചോ. എവിടെ? അതാ അതാരാ രൂപക്കൂട്ടില്? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും സ്വീകരിക്കട്ടെ. എന്താ ദൂതന്റെ പേര്? സോളമൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ, എപ്പോഴും സ്വീകരി. സോളമൻ. ആ, അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ബാലുശ്ശേരി GHSലെ ഹെഡ് മാഷായിരുന്ന ഒരു എബ്രഹാം തോമസിനെ കുറിച്ച്. ഓർമ്മയുണ്ട്. സാറിന്റെ മോനാ. ആഹാ, മിടുക്കൻ. നിന്റെ പ്രസൻസ് ഇവിടെ ഉണ്ടാക്കിയ മാറ്റം ഞാൻ കണ്ടു. വരണ്ട മണ്ണിലേക്ക് ഒരു പുതുമഴ പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നന്നായി. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗായികയെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമായിരുന്നില്ലല്ലോ. സോളമനും നന്നായിട്ട് പാടും. അതെയാ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് കൂടാം. ഞാനും ഇത്തിരി സംഗീതവും പാട്ടുമൊക്കെ ഉള്ള കൂട്ടത്തിലാ. ഇതായിരുന്നു കാലത്ത് തന്നെ ഒരെണ്ണം എഴുതി കമ്പോസ് ചെയ്തേ ഉള്ളൂ. ഇനി ഇത് തെലുങ്കിലേക്കോ കന്നഡത്തിലേക്കോ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം. മനസ്സിനകത്തൊരു യേശു, മയിൽ പീലിയേശു, മാമ്പുണ്ണിയേശു, മെയ്യ സകലം യേശു, മനസ്സിനകത്തൊരു പ്ലാങ് പ്ലാങ്. എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. പക്ഷെ ഇതൊരു പഴയ സിനിമാ പാട്ടല്ലേ ഫാദർ? ഇടയ്ക്കിടയ്ക്ക് യേശു യേശു എന്ന് കേട്ടിയത് നന്നായിട്ടുണ്ട്. അച്ഛന്റെ പാട്ടെഴുത്ത് ഇങ്ങനെയാ. പഴയ സിനിമാ പാട്ടുകൾക്കിടയില് യേശുവിനെയും മാതാവിനെയും പരിശുദ്ധാത്മാവിനെയും തിരികെ അങ്ങ് കേറ്റും. അല്ല, അതൊരു ക്രിയേഷൻ ആണല്ലോ. ക്രിയേഷൻ അല്ല, ക്രിമേഷനാ. പിന്നെ പാരഡി എന്നും പറയും. ഞാൻ ചായ എടുക്കാം, അച്ഛനിരിക്കുക. ഇരിക്കാവുന്ന സമയമില്ല, ഞാൻ ഇറങ്ങുക. എന്റെ വണ്ടി വഴി വെച്ച് ഓഫായി. ആ മാത്തുക്കുട്ടി ഏൽപ്പിച്ചിട്ടാ പോന്നേ. അച്ഛൻ ആ വണ്ടി ഒന്ന് മാറ്റിക്കൂടെ? മോഹമില്ലാഞ്ഞിട്ടല്ലേ. നാട്ടിൽ ചെല്ലുമ്പോ ഓരോ ഇടവകയിലെ അച്ഛന്മാരും മാരുതിയും സെന്നും സെൽഫോണും ഒക്കെ ആയിട്ട് പായുന്ന കാണുമ്പോ കൊതിയാവുക. പക്ഷെ നിങ്ങളുടെ ആ കെട്ടുവള്ളത്തൊക്കെ ഭേദമാണല്ലോ എന്റെ വണ്ടി എന്നുള്ള സമാധാനം മാത്രമേ ഉള്ളൂ. അയ്യോ, എന്താ ഞാൻ വന്ന കാര്യം മറന്നു. ഇവിടെ എസ്റ്റേറ്റ് നോക്കാൻ ഒരു മാനേജർ വന്നു എന്ന് പറഞ്ഞു. ഏതോ ഒരു ആജാനുബാഹു. ആജാനുബാഹു? ആ, ഒരു സോമൻ. അയ്യോ, അത് സോളമൻ തന്നെയാ. സോമാന്ന് ചുരുക്കി വിളിക്കുന്നതാ. ഓഹോ, എന്നാൽ സോമൻ എന്ന സോളമൻ എന്ന് വന്നേ. ഇത്തിരി കുശലം പറയട്ടെ. വന്നേ, വാ. എന്താ നിന്റെ ഉദ്ദേശം? മനസ്സിലായില്ല. അന്നേം ആലീസും പാവങ്ങളാ, വെറും ശുദ്ധാത്മാക്കള്. അവരുടെ മുമ്പിൽ നീ ദൈവദൂതനായിരിക്കും. പക്ഷേ പുറത്തു പറഞ്ഞു കേട്ടിടത്തോളം നീ ആളത്ര ശരിയല്ല. പുറത്ത് ആരെന്ത് പറഞ്ഞു? അതാരെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് വന്ന പത്രം നീ ആ മാത്തുകൊണ്ട കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചു മേടിച്ചതുള്ളത് സത്യമാണോ? ഓ, അത് ശരി. ഒരെണ്ണം ഞാൻ എടുത്തു എന്നുള്ളത് നേരാ, പക്ഷെ പിടിച്ചു പറിച്ചിട്ടൊന്നുമില്ല. പിന്നെ ആ ആള് പറയുന്ന കേട്ട് അച്ഛനെന്നെ തെറ്റിദ്ധരിക്കരുത്. ആ ആളുടെ കുറച്ച് വെട്ടിപ്പ് ഞാൻ പിടിച്ചു, ഒന്ന് വരട്ടി. അപ്പൊ തന്നെ ഞാൻ അച്ഛനോട് പോയി ഇതിന്റെ ഇരട്ടിയായിട്ട് പറഞ്ഞു കൊടുക്കുമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നത്. അതെ, സത്യം. ഫാദർ സത്യം ചെയ്യുമ്പോൾ എപ്പോഴും കർത്താവിനെ പിടിച്ച് സത്യം ചെയ്യുന്നത് നല്ലത്. അതാ അച്ഛന്മാർക്ക് സേഫ്. അച്ഛനെന്നെ വിശ്വസിക്കാം. പിന്നെ അന്ന ടീച്ചറും ആലിസ് ടീച്ചറും എനിക്കെൻ്റെ സ്വന്തം അമ്മയെ പോലെ. ഒന്നല്ല, രണ്ടമ്മമാരുടെ സ്നേഹം ഒരുമിച്ച് കിട്ടിയ സന്തോഷത്തില് ഞാൻ എന്നെ തന്നെ മറന്നുപോയി എന്നുള്ള സത്യ. അല്ലാതെ സോറി.
മത്തകുത്തി വന്ന് പറഞ്ഞത് കേട്ടപ്പോ ഏതോ ഒരു ബറാബസ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും പരിചയപ്പെട്ടത് നന്നായി. സമയം കിട്ടുമ്പോഴൊക്കെ പള്ളിമേട്ടിലേക്ക് വരണം, നമുക്ക് കൂടാം. പാരഡി മാത്രമല്ല, ഒറിജിനലും ഉണ്ട്. ശരി ഫാദർ. ആ പിന്നെ സോളമന് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ? പേടിയോ? ഹേയ്, പിന്നെന്തിനാ കൂടെ കിടക്കാൻ അവനെ വിളിച്ചത്? ആരെ? ആ മത്തകുത്തിയെ. ആര് വിളിച്ചു? എപ്പോ വിളിച്ചു? നന്ന കൂടെ നിദ്ര വേക്കൂ എന്ന് നീ അവരോട് പറഞ്ഞോ? അത് ഞാൻ പറഞ്ഞു. ആ എന്ന് പറഞ്ഞാ കൂടെ കിടക്കാൻ വരുന്നുണ്ടെന്നാണ് അതിന്റെ എന്തേ? ഒന്നുമില്ലേ, കൂടെ നന്നായിട്ട് നിറയ്ക്കണമെന്ന് പറഞ്ഞു. കൂടാ നന്നായിട്ട് നിറയ്ക്കണമെന്ന്. ആ എന്തായാലും അവനോട് പറഞ്ഞത് പറഞ്ഞു. വല്ല പെമ്പിള്ളാരോടും പറയാണ്ടിരുന്നത് ഭാഗ്യം. ഈശോ മറിയ ഔസേപ്പേ, കൂട്ടിലിരിക്കും പുണ്യാള, കാട്ടിലെ പെണ്ണിനെ മാറ്റിക്കോ, പീഡനമാണ് പെണ്ണിൻ ലക്ഷ്യം, നീവായോ. മാതാവേ, ഏറ്റെടുത്ത ജോലി യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ ചെയ്തു തീർക്കാനുള്ള മനസമാധാനവും ധൈര്യം എനിക്ക് തരണമേ. ആരുടെയും വെറുപ്പിനും ദേഷ്യത്തിനും എന്നെ ആളാക്കരുതേ മാതാവേ. തിന്നോ തിന്നോ, നന്നായിട്ട് തിന്നോ. നിന്റെ ഒടുക്കത്തെ അത്താഴ മോനെ. നോക്കണ്ട നോക്കണ്ട, നീ എന്നെ അങ്ങനെ നോക്കി പേടിപ്പിക്കണ്ട. കിക്കിലി ചേട്ടത്തി ഇക്കാര്യത്തിൽ നിരപരാധിയാ മോനെ. ചിക്കൻ എന്ന് കേട്ടാ കത്തിയെടുക്കാൻ നിൽക്കുന്നില്ല അവൻ. അവനെ നോക്കി നീ പേടിപ്പിക്കും. ചേർത്തിയേ, പൂവനോട് എന്താ ഒരു കിന്നാരം? ആ സോഫി മോൾ എത്തിയോ? നീ വേഗം വരണേന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്റെ മോളെ ഒന്നും പറയണ്ട, എസ്റ്റേറ്റ് നോക്കാൻ ഒരു യമകാലം വന്നിട്ടുണ്ട്. ഇവിടെയുള്ള മിണ്ടാപ്രാണികളെ ഒക്കെ കൊന്നു തിന്നാ. ദേ ഒരുത്തന്നെ അവന്റെ ഒടുക്കലത്തെ അത്താഴം വെച്ചു കൊടുത്തിരിക്കുക. നിന്റെ പുന്നാര പൂച്ചയെ സൂക്ഷിച്ചോ, ഒന്നും കിട്ടിയില്ലെങ്കിലേ അവൻ അതിനെയും കത്തിവെക്കും. ആ കോമൻ. കോമനോ? ആ അവന്റെ ചേച്ചി ഒരുത്തി കൊണ്ടാക്കി വെച്ച് പോയതാ. ഓ, അതാണല്ലേ വിരുന്നുകാരുണ്ടെന്ന് അയമ്പൂട്ടിക്ക പറഞ്ഞത്. കൊച്ചമ്മമാരുടെ ബന്ധുവാ? ഓ, എന്നാ ബന്ധുവാ. പണ്ടെങ്ങാണ്ടോ പഠിപ്പിച്ചിരുന്ന പള്ളിക്കൂടത്തിൽ പഠിച്ചതോ മറ്റോ ആണെന്ന്. കൊച്ചമ്മമാർക്ക് ഇപ്പൊ അവനില്ലാതെ ഉമിനീരിറങ്ങത്തില്ല. വെളുത്തിരുന്ന മുടിയെല്ലാം കറുപ്പിച്ച് അവൻ ഈ കുടുംബം വെളുപ്പിക്കും. വെളുപ്പിക്കേ? നീ തന്നെ കണ്ടോ, രണ്ടെണ്ണത്തിന് ഈ മഞ്ഞത്തും വെയിലത്തും കാട്ടിലും മേട്ടിലും ഒക്കെ തുള്ളിച്ചോണ്ട് നടക്കുക. ഇക്കണക്കിന് പോയാലേ മോൾ അവരധികകാലം നോക്കേണ്ടി വരില്ല. രണ്ടുപേർക്കും കൂടി 4 കഷ്ണം പഞ്ഞിയുടെ ആവശ്യമുള്ളൂ. പരദൂഷണം പറയാണെന്ന് വിചാരിക്കരുതേ. സുഖമില്ലാത്തവരും അങ്ങനെ തുള്ളിക്കാൻ പറ്റത്തില്ലെന്ന് ചേർത്തിക്ക് പറയാനില്ലേ? ഓ, നമ്മൾ പറഞ്ഞ അവിടെ ആര് കേക്കാനാ? എന്നെ കണ്ടാലേ സിനിമാ നടിയെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് പുതപ്പിക്കാൻ നോക്കിയതാ. നമ്മൾ എത്ര കുളിര് കണ്ടതാ. ആളിവിടെ ഉണ്ടോ? ഉണ്ട്. ത്രിസന്ധ്യ ആവാൻ പോണ നേരത്തെ ഉടക്കാനൊന്നും നിക്കണ്ട. ഞാൻ ഏഷ്യന് കൂട്ടിയതാന്ന് പറയും. കൊച്ചമ്മമാരെ അടുത്ത് തലയെ കെട്ടി വെച്ചിരിക്കല്ലേ. തഞ്ചത്തിൽ നിന്ന് പൂച്ചക്കുഞ്ഞിനെ എടുക്കുന്ന പോലെ ചെവി തൂക്കിയെടുത്ത് പുറത്ത് കളഞ്ഞാ മതി. ഇല്ലേലേ ചിലപ്പോ മോള് പുറത്താവും. എനിക്ക് അങ്ങനെ ആരുടെയും കാലം എഴുതി മുത്തുന്ന സ്വഭാവം ഇല്ലെന്ന് ചേർത്തിക്ക് അറിയാലോ. മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, ഇല്ലെങ്കിൽ സോഫി ആരാണെന്ന് അയാൾ അറിയും. മാതാവേ, വെളുക്കാൻ തേച്ചത് പാണ്ടാവോ? ആ ബാ 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 ബാ. മ്യാവ് 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 മ്യാവ്. പൂച്ച പേടിച്ചു. ആരാ? എന്നാതാ ഇവിടെ ഒരു ശബ്ദം? അയ്യോ, എന്റെ മോളെ, കർത്താവേ, നീ അവനെ അടിച്ചിട്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോളെ, നീ അവനൊന്നും ചെയ്യരുതെന്ന്. അങ്ങോട്ട് മാറി. വേണ്ട വേണ്ട, നീ അവനൊന്നും ചെയ്യരുത്. നീ ഒന്നും ചെയ്യരുത്. വേണ്ട, മോളെ. അയ്യോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞില്ലേ? അയ്യോ, കത്തി 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 വിട്. വേണ്ട വിട് മോളെ, പറഞ്ഞൊന്നും കേട്ട. ഒരാളല്ലേ എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ എനിക്കറിയാം. അമ്മമാരെ, രണ്ടമ്മമാരെ. എന്താ ഇവിടെ ബഹളം? എന്താന്നറിയില്ല. ആദ്യം ഈ കുട്ടി വന്നു, പുറകെ കിക്കിലെടുത്ത് കത്തിയായിട്ട് വന്നു, പിന്നെ പിടിയും വലിയായി. അവര് തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നണു. അല്ല, അപ്പൊ നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലേ? എന്ത് പ്രശ്നം? എന്നാ ചേട്ടത്തി, എന്നതാ ഇവിടെ?
എന്റെ കൊച്ചമ്മേ, ഒരു പറ്റു പറ്റിപ്പോയി. ഈ കുട്ടി ഇവനെ അടിക്കുന്നു പറഞ്ഞ് അവിടുന്ന് വന്നതായിരുന്നു. ഞാൻ പറഞ്ഞു, മോളെ ഇപ്പൊ ഒന്നും ചെയ്യല്ലേ, എല്ലാറ്റിനും ഒരു സമയവും കാലവും ഒക്കെ ഉണ്ട്. ഒരു പൂച്ചക്കുട്ടിയെ പിടിച്ചു കളയുന്നത് പോലെ ഇവനെ എടുത്ത് പുറത്താക്കാന്ന്. ഞാൻ വന്നപ്പോ കർത്താവിനെ പോലെ ഇവൻ നിലത്ത് വീണടിച്ചു കിടക്കണ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ കുട്ടി. അപ്പൊ കിക്കിലിയടത്തെയാണ് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇവിടെ കുഴപ്പമുണ്ടാക്കിയത് അല്ലയോ? ഓ, ഇപ്പൊ കിക്കിലിട്ടാ കുഴപ്പക്കാരി. ഓ, എന്തെല്ലാം പ്രതീക്ഷിച്ചു വന്നതാ. നല്ല തല്ലുണ്ടാവും വിചാരിച്ചതാ. ഈ കത്തിയെടുത്ത് അവന്റെ പള്ളേ കയറ്റിയാ മതിയായിരുന്നു. ഇനി ആരെങ്കിലും വിളിച്ചാലേ എന്റെ പട്ടി വരും. അയ്യോ എന്റെ അമ്മേ. സോഫി മോളെ എപ്പോ വന്നു? ഞാൻ ചായ എടുക്കട്ടെ. ആ, ഞങ്ങൾ എപ്പോഴും പറയാറില്ലേ ഹോം നേഴ്സിനെ പറ്റി. ഇതാ അവള്, ഞങ്ങളുടെ സോഫി മോള്. പിന്നെ ഇത് സോമനാ. കുട്ടിക്ക് എന്നെ വല്ലാതെ ഇഷ്ടായെന്ന് തോന്നുന്നു. പ്രഷർ കൂടിയിട്ടുണ്ട്. നീ വന്നില്ലയോ? അതിന്റെ ടെൻഷൻ കൊണ്ടാ. അതൊന്നല്ല, നാട് മുഴുവൻ തുള്ളി നടന്നിട്ടാ. അതെങ്ങനെ? തുള്ളിച്ചോണ്ട് നടന്ന് സോപ്പിടാൻ ഓരോരുത്തർ വേഷം കിട്ടി ഇറങ്ങിയിരിക്കല്ലേ? അത് തുള്ളലും കഴിഞ്ഞ് സ്വന്തം കാര്യം നോക്കി അവരങ്ങ് പോവും. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലേ സമാധാനം പറയേണ്ട ഞാനാ. ഹോം നഴ്സ് എന്ന് പറഞ്ഞ് വെറുതെ വേഷം കെട്ടി വന്നല്ല ഞാൻ. ഉത്തരവാദിത്തപ്പെട്ടവരുടെ എഗ്രിമെന്റോടെ വന്നതാ. എന്താ സുഖം. ഈ ഹോമിയോ നേഴ്സ് എന്ന് പറഞ്ഞപ്പോ നാവിന് ഇത്രേ നീളമുള്ള യക്ഷിയാണെന്ന് അല്ല കക്ഷിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ദേ, എന്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടണ്ട. അവരുടെ രണ്ടാളുടെ അവസ്ഥ എന്താന്ന് എനിക്ക് അറിയൂ. പെട്ടെന്ന് അങ്ങനെ നാട് മുഴുവൻ തുള്ളിച്ചോണ്ട് നടന്ന് സന്തോഷിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ പറ്റിയ കണ്ടീഷനിലല്ല അവര്, അറിയോ? പിന്നെയും സുഖം. ജാമ്പൂനേക്കാൾ പഴക്കമുള്ള 2 പീസുകളാ. അതെ, ഞാനും കണ്ടിട്ടുണ്ട് കുറെ ഹോം നേഴ്സുമാരെ. രോഗികളെ ജയിൽ പുള്ളികളെ പോലെ ട്രീറ്റ് ചെയ്യുന്നല്ല ഹോം നേഴ്സിംഗ്. ഞാനിവിടെ വരുമ്പോ അവിടെ തന്നെ ഏതോ നരകത്തിൽപ്പെട്ട ആത്മാക്കളെ പോലെയായിരുന്നു അവര്. എന്റെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് കൊണ്ടാണ് അവർക്ക് ജീവൻ വെച്ചത്. അവരൊന്ന് ചിരിച്ചു കണ്ടത്. ഈ ബംഗ്ലാവ് ശരിക്കും സ്വർഗായി. അതെ, സംശയം ആ പാലക്കച്ചനോട് ചോദിച്ചു നോക്ക്. എനിക്കൊരു ഒലക്കൽ അച്ഛനോട് ചോദിക്കണ്ട. ചേർത്തി വെള്ളം തിളച്ചോ? അയ്യോ ചൂടാവല്ലേ, തിളച്ച ആവി വരുന്നു കണ്ടില്ലേ? എന്തോ ഈ ഹോമിയോ നേഴ്സ് എന്ന് പറഞ്ഞ കളക്ടർ എന്നാണോ അർത്ഥം? ദേ, കൊച്ചിനെ നോക്കാൻ വന്ന ഒരു കൊച്ചിനെ നോക്കിയാ മതി, കൊച്ചമ്മയെ നോക്കണ്ട. തോട്ടം നോക്കാൻ വന്നൊരു തോട്ടം നോക്കിയാ മതിന്ന് കേട്ടല്ലോ. എടി വേണ്ട, എന്റെ അടുത്ത് വെളിച്ചെടുത്തിട്ടില്ല. അവളോട് മാത്രം ഉടക്കാൻ നിൽക്കണ്ട. ദേഷ്യം വന്ന അവളുടെ സ്വഭാവം അവക്ക് തന്നെ അറിഞ്ഞൂടാ. പോരാത്തതിന് തിളച്ച വെള്ള കയ്യിലിരിക്കുന്നത്. നല്ല ചൂടുള്ള വെള്ള. അങ്ങനെയാണെങ്കിൽ ഞാൻ അവളോട് ഇത്തവണത്തേക്ക് ക്ഷമിച്ചേക്കല്ലേ. ഞാൻ എന്തിനു മോഹം കളയാനൊക്കെ എനിക്കാണെങ്കിൽ ദേഹം നല്ല അസല് മിലിറ്ററി റമ്മും ചുക്ക വറവിൽ ചിക്കൻ അടിച്ചിരുന്ന നമ്മള് വെറും നാടൻ ചാരായോ കപ്പ പുഴുക്കലോ ആയി ഇല്ലടാ. അവനെ പറ്റി പേസാതെ നായ് ചൊറിനായ്. ஆமா, அந்த சுருநாய் மேனேஜரை இப்படி விட்டா அவன் போயிடும். என்ன ஆசானே, மேலே குடிக்கிறதுக்கு പച്ച തണ്ണി പോലും കിടക്കാറ്. വായ് മൂടറാ. ഇപ്പൊ വളർത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ആ പാലക്കരച്ച അവൻ മന്ത്രവാദം ചെയ്ത് കുപ്പിയിലാക്കി കോർക്കിട്ട് മുടിയില്ലടാ. അവൻ നമ്മ നനച്ച മാതിരിയല്ലടാ. അവന്റെ കയ്യിലെന്തോ കൂടോത്രമുണ്ട്. അതിവിടെ പെരിയ മയക്ക് മന്ത്രം തെരിഞ്ഞ ആള് നമ്മ കയ്യിലിருக்க. நிஜமா ஆசானே, குடிக்கிறது இந்த சாராயத்து மேல சத்தியம், உங்க மேல சத்தியம். நீ இல்லையா? உங்க மேல சத்தியம். കുഞ്ഞിമുത്തുന്ന് കേൾവിപ്പെട്ടിരിക്കാ? ഇപ്പൊ കേട്ട്. വലിയ മന്ത്രവാദി, പെരിയ ആള്. തീയിലെ സുട്ട കോളി ഇരിക്കില്ലേ, കോളി, அந்த கோழிய மந்திரத்தை சொல்லி பறக்க வைப்பாரு. நிஜமா? நிஜமா. அது மட்டுமல்ல, மந்திரத்தை சொல்லி அவரை பும் பும் சொன்னா போதும், அந்த பறக்கிற கோழி அப்படியே கோழிக்கறி ஆயிடும். ചേർത്തി, എന്താ അത്? ഇന്ന് രാവിലെ ഓടിക്കളിച്ചില്ലേ അവനാ. ഒടുക്കലത്തെ അത്താഴം കൊടുത്തില്ലേ, എങ്ങനെ സ്റ്റൈലായിട്ടില്ലേ? എടുത്തോണ്ട് പോ. ഞാനാ പറയുന്ന എടുത്തോണ്ട് പോവാൻ. ചേർത്തി അതോടെ വെച്ച്. ചേർത്തി, എടുത്തോണ്ട് പോ. എടി ഹോം നേഴ്സേ, വെളച്ചിൽ എന്നോട് വേണ്ട. എന്റെ പേഷ്യൻസ് അത്താഴം കഴിക്കാൻ വരുന്ന സമയം. നിന്റെ പേഷ്യൻസോ? നീ തടി ഇവിടെ ആശുപത്രി നടത്താം. അതെ,
അവന്റെ മുന്നിലിരുന്ന് ശവം തിന്നെ ഞാൻ സമ്മതിക്കില്ല. ഷവോ ഇത് ചിക്കൻ കറി അല്ലേ? അത് തന്നെ ഞാനും പറഞ്ഞത്. ജീവനുള്ള എന്ത് ചത്താലും അത് ശവ. അത് കോഴിയായാലും പശുവായാലും പട്ടിയായാലും ആടായാലും ശവം തന്നെയാ. അതെടി കോഴിയുടെ മാത്രല്ല പട്ടിയുടെയും പൂച്ചയുടെയും വേണ്ടി വന്ന് നിന്റെ ശവം തിന്നി ഞാൻ ഈദിയ മീനാണ്. കർത്താവേ, എന്നെ തിന്നല്ലേ. ചേർത്തോട് വെക്ക ചേർത്തോട് പോവാൻ വെക്കാനോ പറഞ്ഞു. നിങ്ങൾ വെക്കുകയോ പിടിക്കുകയോ തിന്നുകയോ എന്തെന്ന് വെച്ചാ ചെയ്തോ. എന്നെ അങ്ങ് വിട്ടേരെ, ഞാൻ വീട്ടിൽ പോകേണ്ടതാ. ചേർത്ത് വീട്ടിൽ പോക്കോ. അവന്റെ ഒരു ഒടുക്കത്തെ അത്താഴോ. എന്താ അല്ല, ഓട്സും കൂടി എടുക്കട്ടെ എന്ന് ചോദിച്ചത്. ഉണ്ടോ? ഇത് കെടുക്കാൻ എന്നാത്തിനാ ചോദിക്കുന്നത്? എടുത്തോണ്ട് വാ. ചേർത്തി അവന്റെ ഒരു തമാശ. മട്ടനും കൂടി ആവായിരുന്നു. എന്നതാ എന്നതാ ഇവിടെ? സോഫി, സോഫി മോളെ. സോമ, എന്നാ സോമ ഉണ്ടായേ? കൊച്ചമ്മമാര് അത്താഴം കഴിക്കാൻ വരുമ്പോ ഇവിടെ ഇരുന്ന് ചിക്കൻ കറി കഴിക്കരുതെന്ന് സോഫി മോള്. കഴിച്ചാൽ എന്താന്ന് ഈ ആർത്തി പണ്ടാരം. അല്ല, നമ്മുടെ സാറ് ദേഷ്യം കയറി കറിപ്പാത്രത്തെ സോഫി മോള് ഒറ്റ തട്ട്. അത് കണ്ടിട്ട് അവളുടെ കരണ കുട്ടിക്ക് ഒരൊറ്റ അടി. എന്റെ മാതാവേ, എന്നതാ സോമ ഇതൊക്കെ? പെൺപിള്ളേരായ ഇത്ര എടുത്തട്ടം പാടില്ല. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ തുടങ്ങിയ എന്നതാ ഒരു സമാധാനം? അവിടെ സ്വഭാവം അങ്ങനെയാ. ദേഷ്യം കേറിയ മേല് കീഴ് നോക്കുകയല്ല. പക്ഷെ ആള് ശുദ്ധ പാവാ. നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട എനിക്കെന്തിനാണ് അവളോട് ദേഷ്യം? ഞാൻ ഇവിടെ വെച്ച അവളെ ആദ്യമായിട്ട് കാണുന്നേ. പക്ഷെ അവളുടെ പെരുമാറ്റം കണ്ട ആരോ എന്തോ എരിവേറ്റി കൊടുത്ത മട്ടാ. അടുപ്പിൽ എന്തോ കരിയണ മണം. ഭയങ്കര കോൾഡാ. പോട്ടെ, നടന്നത് നടന്നു. ഇനി ഈ പേരും പറഞ്ഞ് അവൾ ഇന്ന് അത്താഴം കഴിക്കുകയല്ല. എനിക്കും വേണ്ട. കണ്ടോ, നിങ്ങൾ രണ്ടാളും കഴിച്ചില്ലേ പിന്നെ സമാധാനായിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ? അതാ പറയുന്നേ. നീ ചെന്ന് അവളോടൊരു സോറി പറഞ്ഞു വിളിച്ചോണ്ട് വാ. ഈ സ്വർഗത്തിൽ എന്നാത്തിനാ വഴക്കും പിണക്കവും പട്ടിണി കിടക്കലും? മോൻ ചെല്ലേ. ചെല്ല് സോമ, ചെല്ലേ. ചെല്ല്. എന്റെ ഈശോയെ. സോറി. സോറി പറഞ്ഞെല്ലാം പോർക്കണം. അതാണ് മാനേഴ്സ്. എന്നെ ആരും മാനേഴ്സ് പഠിപ്പിക്കണ്ട. ഇന്നേ വരെ ഒരു ഈർക്കലുണ്ട് പോലെ എന്നെ ആരും തള്ളിയിട്ടില്ല, അറിയോ? അതിന്റെ കുഴപ്പത് ഒന്നേ ഉള്ളെങ്കിലും തലക്കിട്ട് ഒലക്ക കടിച്ചു വളർത്തണോന്നാ കാരണവന്മാര് പറഞ്ഞിട്ടുള്ളത്. കാരണവന്മാരുള്ള തറവാട്ടി തന്നെ ഞാൻ വളർന്നേ. അയ്യോ, ചൂടാവല്ലേ. ഞാൻ ഉടക്കാൻ വന്നല്ല. പെട്ടെന്ന് കറി എടുത്ത് കളഞ്ഞപ്പോ ദേഷ്യം വന്നു. ദേഷ്യം വന്ന കരണത്തടിക്കാ ചെയ്യാ? ദേഷ്യം വന്ന കറി എടുത്ത് കളയാണ് ചെയ്യാ. എനിക്ക് അപ്പോഴ അങ്ങനെയാ തോന്നിയത്. അതുപോലെ എനിക്ക് അടിക്കാനേ തോന്നിയേ. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ സംഭവിച്ചു പോയി. സോറി. വന്നത്താഴം കഴിക്കും. വെജിറ്റേറിയൻസ് കഴിച്ചു കഴിഞ്ഞിട്ടേ ഇനി മുതൽ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നുള്ളൂ. എനിക്ക് വേണ്ട. അങ്ങനെ കടുപ്പിച്ചു പറയല്ലേ. നമ്മൾ കഴിച്ചില്ലെങ്കിൽ അവരും കഴിക്കില്ല. നമ്മൾ കാരണം ആ പാവ അമ്മമാരെന്തിനാ പട്ടിണി കയറണേ? ഷുഗറും പ്രഷറൊക്കെ ഉള്ളവരല്ലേ. അവരുടെ ആരോഗ്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ടെന്നൊക്കെ സോഫി പറഞ്ഞേ. എന്നിട്ട് സോഫി ഇങ്ങനെ ചെയ്യാമോ? ഏയ് പ്ലീസ്. അങ്ങനെ വഴിക്ക് വാടി മോളെ. എന്ത് വഴിക്ക് വീഴാണ്ട് വേഞ്ചല്ലേ പോടാ വട്ടി. ഇവള് ഇക്ഷ ഇക്ക എങ്ങ കായ്ക്ക 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 കായ്ക്ക. അത് കഴിഞ്ഞിട്ട് എന്തുട്ടത്? എന്ത് പണ്ടറയിലാവട്ടെ, അത് വരയ്ക്കാതെ അവൾ ഇവിടുന്ന് പോവില്ല. എന്റെ പ്രിയനെ വരൂ, നമുക്ക് വയലുകളിലേക്ക് പോകാം, ഗ്രാമങ്ങളിൽ അന്തി ഉറങ്ങാം. നമുക്ക് അതിരാവിലെ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാം. മുന്തിരിവള്ളികൾ തളിർത്തോ എന്നും മുന്തിരിപ്പൂക്കൾ വിടർന്നോ എന്നും മാതള മരങ്ങൾ പൂവണിഞ്ഞോ എന്നും നോക്കാം. അവിടെ വെച്ച് ഞാൻ എന്റെ പ്രണയം നൽകാം. ഒരു പെട്രോമാക്സും കൂടി എടുത്തോളൂ. അല്ലെങ്കിൽ അതിരാവിലെ ഇരുട്ടത്ത് തട്ടി വീണ് പ്രണയം കയ്യിൽ നിന്ന് തെറിച്ചു പോയാലാ? നീ എന്നാത്തിനാ അവളെ പിന്നെയും ദേഷ്യം പിടിപ്പിച്ചേ? ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ. നിങ്ങളുടെ വഴക്ക് ഇനിയും തീർന്നില്ലയോ? തീർന്നല്ലോ. അതുകൊണ്ടല്ലേ സോഫിക്കുട്ടി വെറും പൂച്ചക്കുട്ടിയായിട്ട് വന്നിരുന്ന് ഞം 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 കഴിച്ച കണ്ടില്ലേ? പക്ഷെ അവളുടെ മുഖത്തെ കടുപ്പം ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. അത് ആമ്പിള്ളേരുടെ കൈയിന്റെ ചൂടറിഞ്ഞതിന്റെ തുടുപ്പാ. ചൂടാറുമ്പോ ആ കടുപ്പൊക്കെ മാറിക്കോളും. അല്ല, ഉറങ്ങാനുള്ള പരിപാടിയൊന്നുമില്ലേ? സമയം എത്രയെന്നറിയോ? അതിന് ഉറക്കം വരണ്ടായോ? ആഹാ, വരും. ഇങ്ങനെ അനന്തതയിലുള്ള സ്വർഗത്തിൽ
ഭൂമിയിലുള്ള ഈ സ്വർഗത്തിലേക്ക് മധുര സ്വപ്നങ്ങളുമായി ഉറക്കമൊരു തേരിലിറങ്ങി ഇങ്ങനെ വരും. അല്ലെങ്കിലേ ഈ സോളമൻ വരുത്തും. ഓ എന്ത് സ്റ്റാർട്ടാവാത്തോ, എന്ത് പണ്ടാറ ഇത്? കർത്താവേ, ആരെങ്കിലും കണ്ടാവോ? ഇനി പെട്രോളിന്റെ ആയിരിക്കാവോ? അകത്ത് ഇഷ്ടം പോലെ ജീരകമുണ്ടല്ലോ, എന്നിട്ട് പെട്രോൾ കുടിക്കുക. കുർബാന തീരുമ്പോഴേക്കെങ്കിലും പള്ളിയിൽ എത്താൻ പറ്റുമോ? പാട്ടും പാടി കൊച്ചമ്മമാരെ മയക്കിയ പോലുള്ള അടവൊന്നും ഈ കാറിന്റെ അടുത്ത് നടക്കില്ലേ? ആഴ്ചയിൽ ഒരിക്കലുള്ള പള്ളി പോക്ക ആ പാവങ്ങൾക്ക് ആകെയുള്ള ഒരു ആശ്വാസം. അതും കൊളാക്കുന്നാ തോന്നേ. ആ കുര്യാക്കോ ചേട്ടൻ ഒരു കുഴപ്പമില്ലാതെ ഓടിച്ചിരുന്ന വണ്ടിയാ, അങ്ങേരെയും പറഞ്ഞു വിട്ടു. ഇപ്പൊ ദേ കുര്യക്കൊച്ചേട്ടൻ ആരടി? നിന്റെ അപ്പനാ? എന്റെ അപ്പനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാണ്ട് പിന്നെ നിനക്ക് എന്തിന്റെ കട? എന്താ ഏതാ എവിടുന്നാ പറിച്ചെടുത്തെന്ന് അറിയാണ്ട് മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ അവളുടെ ഒരു... ഞാൻ ഇന്നലെ തന്ന വെറും സാമ്പിളാണ് കേട്ടോ. കൂടുതൽ വിളഞ്ഞോണ്ടല്ലോ. ദേ ഞാനാള് വെറും 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 ചെറ്റയാ. അതാദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. പിന്നെ ഞാൻ ചേച്ചി പറഞ്ഞ വെറുതെ അല്ല, ശരിക്കും മാലാഖമാരാ. ഞങ്ങൾ എതിർക്കാൻ വന്നല്ല. അപ്പടിയല്ല ആസാന സ്വാമി சொன்னது, നമ്മ എതിരെ സിന്ന ആളല്ലെന്ന് சொல்றாரு. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ നിസ്സാരക്കാരനല്ലെന്ന്. സ്വാമി, അവൻ ഭയങ്കരമാ വളർന്നു പോയി. വളർന്നാച്ചിപ്പോ ആ കൊളപ്പുള്ള மழை அவனை கூந்தலை கெடுத்தினார். கால்களை மண்ணல் வென்று வந்து തലയൊന്നും വെട്ടണ്ട, വേണമെങ്കിൽ ഒരു കൈ. പക്ഷെ അവന് നാട്ടിൽ നിന്ന് പോണം. இல்ல ஆசானே, நீங்க பயப்படாதீங்க. அவனோட தலையில மயிரும் கால்பட்ட இடத்துல இருந்து ஒரு கை மண்ணு கொண்டு வந்தா எல்லாமே சரியாக்கிடலாம்னு சொல்றாரு. കാൽച്ചോട്ടിലെ മണ്ണെടുക്കാം, പക്ഷെ തലയിലെ മുടി ബാർബർ ഷാപ്പിൽ പറഞ്ഞാൽ അതെല്ലാം എടുക്കലാം. നീങ്ക ധൈര്യമാ ഇருக்கு കാസാനെ. சரி, இது சொல்லுங்க. சொல்லுங்க மந்திக. ശരി സ്വാമി. കണ്ടില്ലേ, എല്ലാ ഞായറാഴ്ചയും കുർബാന കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്ന് ഇതാണ് പരിപാടി. പപ്പയും മമ്മിയും മരിച്ചിട്ട് 10-40 വർഷമായി. കരച്ചിൽ കണ്ടാ ഇന്നലെ മരിച്ചേ ഉള്ളൂ എന്ന് തോന്നും. അല്ല, ഇന്ന് കോറ തെരഞ്ഞിട്ടില്ലല്ലോ, കിക്കിലെടുത്ത് വന്നില്ലേ? ഇല്ല. എന്നാ പിന്നെ ഇതൊന്നും അല്ല കഥ. ആ പെണ്ണും പിള്ള ഇവരുടെ അപ്പനെയും അമ്മയും കണ്ടിട്ട് പോലുമില്ല, എന്നാലും അവരാണ് കരച്ചിലിന്റെ ലീഡർഷിപ്പ്. അല്ല ഫാദർ, ഇവരെന്തെങ്കിലും ഒറ്റാന്തടിയായിട്ട് കല്യാണം ഒന്നും കഴിക്കാതെ? താനിതൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ലേ? അല്ല, അവർക്കൊരു വിഷമമുണ്ടെന്ന് കരുതി ഞാൻ പിന്നെ... അതൊരു കഥയല്ലേ. പണ്ടങ്ങാണ്ട് പാലായിന്ന് ഇവിടെ വന്ന് കുടിയേറിയവരാ ഇവരുടെ പപ്പ ജോണേട്ടനും കുടുംബവും. കോളേജിൽ പഠിക്കുന്ന കാലത്ത് അന്നയ്ക്കൊരാളോട് ഇഷ്ടമുണ്ടായിരുന്നു, ഒരു ഫ്രെഡി. ഭയങ്കര വയലിനിസ്റ്റാ. വയലന്റ് ആവുമായിരുന്നു? അല്ലല്ല, വയലിനിസ്റ്റ്. ഫിഡിൽ. ഫിഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊയറിനൊക്കെ... ഇവിടെ ടീച്ചറിന്റെ കാര്യം. പ്രേമം മൂത്തപ്പോഴാ അറിയുന്നത് ഈ ഫ്രെഡിയെ അച്ഛൻ പട്ടത്തിന് അയച്ചോളാമെന്ന് അയാളുടെ അമ്മ നേർന്നിരുന്നു. ഒരു വശത്ത് അന്നയോടുള്ള പ്രേമം, മറുവശത്ത് അമ്മയുടെ നേർച്ച. അവസാനം ഫ്രെഡി അച്ഛനായി. ഓ, അത് ശരി. ഫാദറിന് വയലിൻ വായിക്കാൻ അറിയോ? എന്താ? ശരിക്കും ഫാദറിന്റെ പേര് ഫ്രെഡി എന്നല്ലേ? അടിച്ചതാണല്ലോ. ആ ഫ്രെഡി ഒരു അപകടത്തിൽ മരിച്ചു. അയാളെ ഏൽപ്പിച്ച വയലിൻ ഇന്നും ആ വീട്ടിൽ ഒരു നിധി പോലെ അന്ന സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അന്ന ടീച്ചറുടെ കാര്യം മനസ്സിലായി. അപ്പൊ ആലീസ് ടീച്ചറോ? ചേച്ചിയെ ഒറ്റയ്ക്കാക്കിയിട്ട് ഒരു കുടുംബജീവിതം വേണ്ടെന്ന് അവരും തീരുമാനിച്ചിട്ടുണ്ടാവും. മാമോദിസ മുങ്ങിട്ട് തന്നെ അടു അച്ഛനായ... ഓ, ഒച്ചനായിരുന്നോ? ഞാൻ പള്ളിയിലെടുത്ത് പോയിട്ടില്ല. ഇടയ്ക്ക് അങ്ങോട്ട് വരണം, നമുക്കൊന്ന് കൂടണ്ടേ?
അപ്പനമ്മമാരുടെ കുഴിമാടത്തിലിരുന്ന് അവര് കരട മനസ്സിലായി. ബാക്കിയുള്ളവരെന്തിനാണ് ഈ മുതലക്കണ്ണീർ ഒഴുക്കണേ? മരണം എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷിക്കല്ലേ വേണ്ടത്? മരിച്ചവര് ശവപ്പെട്ടി കിടക്കണ കാണാൻ എന്ത് രസമാ. നല്ല വെള്ളമുടുപ്പും നല്ല ഷൂസും ഒക്കെ ഇട്ട് തലയിലും കയ്യിലും ഇങ്ങനെ പൂക്കളൊക്കെ പിടിച്ച്. കാലന്മാർക്ക് അങ്ങനെ തോന്നും. കാലന്മാർക്ക് അങ്ങനെ തോന്നുന്നു. അതെടി, ഞാൻ കാലനാ, നിന്റെ കാലൻ. മൂക്കി പഞ്ഞിയും വെച്ച് കയ്യില് കുരിശും പിടിച്ച് നീ ശവപ്പെട്ടി കിടക്കണത് ഞാനിങ്ങനെ കാണും. എന്ത് കാണാൻ നീ പോണേ? നീ അവനൊരു കുത്തു കൊടുക്കുന്നില്ലേ? അതൊന്ന് കാണാനാ. അടുക്കളയിൽ വേറെ പണിയൊന്നുമില്ല ചേർത്തിക്ക്. ഉണ്ടേ. എന്നോട് പോയേ ഒരു കുത്ത് കാണാൻ വന്നിരിക്കുന്നു. ഓ, വലിയ ഒരു ഹോം നഴ്സ്. നിന്നെ എന്റെ കൈ കിട്ടും, അന്ന് ഞാൻ എടുത്തോളാം. എന്താ അവിടെ? അയ്യോ, ഇനിയുണ്ടോ? കഴിഞ്ഞില്ലേ? രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്ക്. എന്തിനാത്? ഇഞ്ചക്ഷൻ എടുക്കാൻ. അയ്യോ, ഇഞ്ചക്ഷൻ വേണ്ട. ഇഞ്ചക്ഷൻ എനിക്ക് പേടിയാ. അതിങ്ങോട്ട് കയ്യിലേക്ക് ഒഴിച്ചോളൂ, ഞാനിങ്ങനെ കുടിച്ചോളാം. ഒന്ന് പറയാമേ അമ്മേ. പിച്ചക്കാരെ പോലെ കരയണ്ട, അതുപോലെ ചെയ്താ മതി. അവന് പേടിയാ. ജാമ്പവന്റെ കാലത്തുള്ള കാറാ, സെപ്റ്റിക് ആയാലോ? അയ്യോ, അത് നേരാ. ഒരു പ്രിവെൻഷൻ എടുക്കുന്നത് നല്ലതല്ലയോ? അല്ലേ ചേച്ചി? അല്ല ദേ, അങ്ങനെ പോവല്ലേ. നമുക്ക് 3 പേർക്കും കൂടി എടുക്കണം. ഹോം നേഴ്സേ, സത്യത്തിൽ മനുഷ്യന്മാരുടെ ഹോം നേഴ്സോ മൃഗങ്ങളുടെ ഹോം നേഴ്സോ? എന്തേ? അല്ലെ ആനെ കുത്തണ സൂചിയൊക്കെ എടുത്തിട്ട് കഴുതയ്ക്കും ഇത് തന്നെ മതി. കരയണ എന്തിനാന്ന്? വലിയ വീരശൂര പരാക്രമിയല്ലേ? ഇങ്ങനെ പേടിച്ചാലോ? ആ പാൻസിന് ഹുക്കഴിച്ച. പാൻസ് അഴിക്കാനാ? അയ്യ, അതൊന്നും വേണ്ട. വേണേ ഇവിടെ എടുത്തോ. ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കണത്. ബട്ടക്സ് ഒന്നും വേണ്ട, അതൊക്കെ പ്രൈവസിയാ. എന്റെ സ്വന്തം സൂക്ഷിച്ച്. ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് വീട്ടിലെങ്ങാനും പറഞ്ഞ് എന്നെ വഴക്ക് പറയും. അതും ഒരു പെണ്ണ്. വേഗാവട്ടെ, ഒന്ന് വേഗാവട്ടെ. മൂക്കി പഞ്ഞിയും വെച്ച് പെട്ടി കെടുത്തല്ലേ? അയ്യടാ, ഇത്രേ ഉള്ളൂ. പോരാ? എന്നാ എന്നാ ഹോം നേഴ്സേ, ഒന്ന് തിരുമ്മി തരുമോ? അയ്യടാ, തിരുമാൻ പറ്റിയൊരു സ്ഥലം. ഞാൻ വേണമെങ്കിലേ കിക്കിളി ചേർത്തിയ പറഞ്ഞു വിടാം. നിന്റെ അപ്പനെ കെട്ടിക്കാനാ? ഞാൻ തന്നെ തിരുമ്മിക്കോളാം. എന്റെ അമ്മേ, ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചതിന് കുത്തിക്കൊല്ലണം. ഹായ്, മുത്തുക്കൂടെയും ചൂടി ഇരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? നല്ല സുഖമുണ്ട്. വാതിലിന്റെ ഇടയിൽ വിരല് പെട്ടാ നല്ല സുഖ. കിക്കിലെടുത്ത് വെറുതെ ഇരിക്കുമ്പോ വാതിലിന്റെ ഇടയിൽ വിരൽ വെച്ചിട്ട് വലിച്ചടക്ക്. സുഖമുണ്ടോ? വിരലല്ല, നിന്റെ നാക്കായിരുന്നു പെടേണ്ടിയിരുന്നത്. എന്തായത്? കട്ട്ലേറ്റ്. സ്പൂണില്ലേ? ഇല്ല, ഞാൻ ചവച്ചിട്ടേ നിന്റെ വായ്ക്കകത്ത് വെച്ചുതരാം. അയ്യേ, ഹോർലിക്സ് ഇല്ലേ? ചവിട്ടി കുഴച്ചോണ്ടിരിക്കുക, എടുത്തോണ്ട് വരാം. ഹോർലിക്സ് ചവിട്ടി കുഴക്കേ? എന്നെ ആക്കിയതാ. പതുക്കെ പതുക്കെ. കാൽച്ചുവട്ടിൽ മണ്ണില്ലല്ലോടാ. പുല്ല് മതിയാ? മുടിയാതെന്നാ മുടിയെടുക്ക. എപ്പടി എടുക്കൂടാ? അടുത്ത് നിന്ന് സന്ദേഹം വരുമേ. ஐடியா அந்த மரத்தை பாத்தியா? ആ മരോടുത്ത് അവന്റെ തലക്കിട്ടടിച്ച. அந்த மரத்து மேலே ஏறியா அவனுக்கு பின்னாடி எத்திடும். അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്. വാ. என் காட்டு தேவியே, നീ കേറക്കൂടാത്. നീ പോയല്ല മണ്ടത്തരം കാണിക്ക. എന്നെ പോലെയാണോ? ഈ അടയ്ക്കാൻ വരാൻ തേക്കാണെന്നാ തോന്നണ. നീ കയറിക്കോ. നീ കേറ്. ഇല്ല, നീ കയറിക്കോ. നീ കേറ്. ഉനക്ക് തന്നെ മരത്തിലേറെ പഴക്കം. എനക്ക് ബുദ്ധിയില്ലേ? നീ ബുദ്ധി വെച്ച് കേറ്. കേറ്. ஐடியா ആസാനെ,
இந்த தளப்பு காலில போட்டா உங்களுக்கு ஈஸியா ஏறலாம். ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇരിക്കട്ടെ, ഒരു സേഫ്റ്റിക്ക്. ശരി, നിന്റെ ஏறு ஏறு, தைரியமா ஏறு. മായാണ്ടി, നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ ആരാടാ? കട്ട്ലറ്റ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അല്ല, വലിയ കുക്കാണെന്ന് കേട്ടു. എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലായോ എന്നറിയാൻ ചോദിച്ചതാ. ഞാൻ ആദ്യമായിട്ടല്ല കട്ട്ലറ്റ് തിന്നണേ. പക്ഷേ ഇതാദ്യമായിട്ടായിരിക്കും. ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് കട്ട്ലറ്റിനെ കുറിച്ച് എന്നെ പഠിപ്പിക്കുക. ദേ നാക്കത്ത് ഇങ്ങനെ ഒന്ന് തൊട്ടാ മതി, ഏത് കട്ട്ലറ്റ് എന്ന് സോമം പറയും. അപ്പൊ ഇതിനു മുമ്പ് പൂച്ച കട്ട്ലറ്റ് തിന്നിട്ടുണ്ടോ? ആ, ഞാൻ ആ പൂച്ചയെ തട്ടി കട്ട്ലറ്റ് ആക്കി പ്ലേറ്റിലാക്കി. താനിപ്പോ അത് വയറ്റിലും ആക്കി. പൂച്ചിറച്ചി. കർത്താവ് അതിന്റെ വായിന്ന് പോയതാണോ? കുണ്ടിയെല്ലാം പോച്ച്. ഉറങ്ങാണോ? അല്ല, കുളിക്കുക. എന്താ വരണ? ഇനി എന്താ? അത്താഴം കഴിക്കാൻ വിളിക്കാൻ വന്നതാ. വേണ്ട. ബുൾസൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ആണാ? ആനമൊട്ട ബുൾസൈയാണോ? സോറി, പട്ടിയെയും പൂച്ചയും ഒക്കെ തിന്നൂന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ. നിർത്തി, ഇന്നത്തോടെ കംപ്ലീറ്റ് നിർത്തി. നിന്റെ തല മണ്ണി കുത്താതെ ഇവിടുന്ന് ഞാൻ ഇനി നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന പ്രശ്നമില്ല. സത്യായിട്ടും? സത്യം. നിന്നെ പണ്ടാരടക്കിയ നിന്റെ അപ്പനാണ് സത്യം. അയ്യോ, പുള്ളില് പൂച്ച. ഇതേതേ പൂച്ച? താൻ തിന്ന പൂച്ച. എടി, നീനെ പറ്റിക്കായിരുന്നല്ലേ. നിന്നെ ഞാൻ ഇല്ല, ഇത് വെച്ചെറിഞ്ഞ നീ വിചാരിക്കും പ്രേമാണെന്ന്. കർത്താവേ, ഇത് മിസ്സാക്കല്ലേ. അയ്യോ, ഞാൻ എന്തിനാ ഇവിടെ വന്നത്? ഹൈ, സോഫി മോൾ ലീവ് കഴിഞ്ഞപ്പോ വന്നു. ഞാൻ കാപ്പി എടുക്കട്ടെ. ആ ദേ, രണ്ടുപേരെ ഊണ് കഴിക്കാൻ കൊച്ചമ്മമാര് വിളിക്കുന്നു. അല്ല പിന്നെ. அப்பா அப்பா ஐயப்பா, என்னடா அது? அந்த மாதிரி சோங் இருக்கு இல்லையா? ஐயோ, മൈണ്ടി, അവൻ നിക്കണ ഇടം കറക്റ്റാ പാത്തുക്കണം. അന്നത്തെ മാതിരി കുളമാക്കരുത്. അന്നൊക്കെ നീങ്ക താനേ കുളപ്പാക്കിയത്. വേണ്ടേ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ബാക്കിയുള്ളവന്റെ കിഡ്നിയാ കലങ്ങിയത്. നീ അന്ന് കയറെടുത്ത് കാലിട്ട് വന്നപ്പോ ഞാൻ വിചാരിച്ചതാ പടുപാട്. അപ്പൊ എന്നോട് കാര്യം എനിക്ക് ഉക്കാറ മുടിയാത്, സൈക്കിളോട്ട മുടിയാത്, ഇതുക്ക് മുടിയാത്, ഇതുക്ക് മുടിയാത്, ഇതുക്ക്. അപ്പൊ സമാസമം. இப்ப எனக்கு கிட்னி போச்சு, உனக்கு குண்டி போச்சு. போச்சன்னா ஒண்ணுமே இல்ல. பார்க்கணுமா? ஒண்ணுமே இல்ல. என்னடா இது? இப்ப உன்னை பார்த்தா கதகளி நடன்மார அடிச்சிட்டே போயிடும். அது கூடி போனா இதுக்கு ஒண்ணுமே இல்ல சார். പാവയ്ക്കയുടെ സൈസും ക്വാളിറ്റിയും നോക്കി മോഷ്ടിക്കുന്ന ഇവൾ എവിടെ നിന്ന് കള്ളിയായിരിക്കും? ഇവളിന്ന്
ആരടി നീ? നീയോ? കള്ളി, നിനക്ക് കിട്ടുന്ന ശമ്പളം പോരാഞ്ഞിട്ട് നീ ഇവിടുത്തെ പാവയ്ക്കുഴ കട്ടുവെക്കലടി പെരുങ്കള്ളി. ഞാൻ കട്ടൊന്നല്ല, ഇത് ബംഗ്ലാവിലേക്കാ. അമ്മച്ചിമാർക്ക് പാവയ്ക്ക ജ്യൂസ് കുടിക്കാൻ. എന്നെ ദ്രോഹി, എന്നെ പുറം പള്ളിപ്പുറമാക്കി കളഞ്ഞല്ലോ. നിന്റെ പുറം പള്ളിപ്പുറമല്ല, നിന്റെ പുറത്തെ പള്ളി പണി കൂടി. ഇനി എന്റെ അനുവാദം തോട്ടത്തിൽ കയറിയാ ഇതിന്റെ ഏത് തോട്ടോ? ഞാൻ കേറും. എന്റെ പാവയ്ക്ക, എന്റെ പാവയ്ക്ക പിടിച്ചാണോട് കളിക്കണേ. എന്റെ പാവയ്ക്ക കളിക്കരുത്. கொஞ்சம் நேரம் ஞானம் பார்க்க கிளைமேக்ஸ் ஆச்சா? இல்லல்ல, பாரு பாரு. ആക്രമണത്തെ കാണിക്കരുത്. விளையாடுறதா? ഇത് ഞാൻ അമ്മച്ചിമാരോട് പറയടാ ദുഷ്ട. മാതാവേ, എല്ലാം കഴിഞ്ഞെന്നാ തോന്നണത്. கொஞ்சம் பேலன்ஸ் இருக்கு. ஆசானே, மண்ணு கிடைச்சாச்சு. വേണ്ടടാ, മണ്ണും മുടിയൊന്നും വേണ്ട. ഇവനെ പൊളിച്ചടക്കാൻ ഇതിലും വലിയ കൂടോത്രം എന്റെ കയ്യിലുണ്ട്. ഇവനെ ശരിയാക്കണ്ട്. പിടിച്ചു, കയ്യോടെ പിടിച്ചു. എന്നാ പിടിച്ച നമ്മുടെ പാവയ്ക്ക തോട്ടത്തിലെ. എന്നതാ? തോട്ടത്തിൽ നിന്ന് പന്നിയെ പിടിച്ചോ? ആ പന്നിയല്ല, ഇതൊരു അറാം പറഞ്ഞ പന്നി. പെണ്ണിനെ പിടിക്കാൻ വന്ന പന്നി. പെണ്ണിനെ പിടിക്കാനോ? എന്നതായി പറയുന്നേ? കാര്യം തെളിച്ചു പറയടോ. പറയാം. താഴത്തും തലയിലും വെക്കാതെ രണ്ടാളും കൂടി എഴുന്നള്ളിച്ചൊരു പുണ്യാളച്ചനെ രൂപ കൂട്ടി വെച്ചിട്ടില്ലേ, ആ പീഡന പുണ്യാളനെ കയ്യും കളവുമായി കയ്യോടെ പിടിച്ചു. രണ്ടാളും കൂടി ഇങ്ങനെ തുന്നിക്കൊണ്ടിരുന്നോ അവിടെ പാവയ്ക്ക തോട്ടത്തില്. അവര് രണ്ടുപേരും കൂടി ആദമവൻ കളിക്കുക. വിലക്കപ്പെട്ട പാവയ്ക്കാൻ പൊട്ടിച്ചാവോ. ഉടനെ അവനെ ആനാമ്പള്ളം തെളിച്ച് പുറത്താക്കിയില്ലെങ്കിൽ ഒരു തൊട്ടിലും കെട്ടി രണ്ടാളും കൂടി ഇരുന്ന് താമര കണ്ണൂറ എന്ന് പറയേണ്ടി വരും. ഓ, എനിക്കൊന്നും മനസ്സിലാവുന്നു. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? പുന്നാര സോമൻ ആ സോഫി പെണ്ണും കൂടി പാവയ്ക്കത്തോട്ടത്തില്. അല്ല, ഞാനിതെങ്ങനെ പറയും? കൊല്ലം കുറെ ആയല്ലോ മാത്തൂട്ടി ഇങ്ങനെ തോട്ടം നിറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇന്നേ വരെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? അതെന്താ? എല്ലാവരും എന്നെ കാണുമ്പോ തിരിഞ്ഞേക്കും. എന്നതാ നീ പറഞ്ഞു വരുന്നേ? വിശ്വാസമായില്ലെങ്കിൽ കണ്ണിലേക്ക് നോക്കേ. പാവയ്ക്കത്തോട്ടം കണ്ട രണ്ട് പാവയ്ക്ക തൂങ്ങിക്കിടക്കണണ്ട. അത് പാവയ്ക്കല്ലടോ, ഞങ്ങള് രണ്ടാളുവാ. നിങ്ങൾ എപ്പോഴാ കർത്താവ് ഈ കണ്ണിലേക്ക് കയറിയത്? നിക്ക്, വാ ഇവിടെ. നീയും അവനും തമ്മില് എന്നായിരുന്നു തോട്ടത്തില്? എവിടെ മിസ്റ്റർ ആദം സോളമൻ? ഞാനിവിടെ ഉണ്ട്. തോട്ടത്തില് പച്ചക്കറി ആക്കാൻ ആരോ കേറിയതാണെന്ന് സംശയിച്ച് ഞാൻ ചെന്ന് നോക്കിയപ്പോ. വേണ്ട 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 വേണ്ട, കള്ളത്തരൊന്നും പറയണ്ട. അവന്റെ കവളത്തേണ്ട, അവളുടെ ചുണ്ടത്തേക്കണ പെരി. അയ്യോ, ഇത് പാവയ്ക്കടെ. പാവയ്ക്കത്തോട്ടത്തിൽ കണ്ട് 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 കണ്ട്. കീരിയും പാമ്പും ആയിരുന്നല്ലോ രണ്ടാളും. ഓ, ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കായിരുന്നല്ലയോ? അമ്മ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ പോത്തൂട്ടി മാത്തൂട്ടി പറയുന്നൊന്നും കേക്കല്ലേ? ഒന്നും പറയണ്ട. ദേണ്ടേ, രണ്ടു പേർക്കും അങ്ങ് ഇഷ്ടമാണെങ്കിൽ അത് ഞങ്ങൾ നടത്തി തരും. മനസ്സിലായോ? അമ്മേ, ഞാനും ഈ കുട്ടിയും തമ്മിൽ ഉരുളണ്ട ഉരുളണ്ട. ഇനി വല്ല കുറുമ്പും കാണിച്ചാലേ രണ്ടെണ്ണത്തിന് നല്ല പെട കിട്ടും. സത്യത്തിൽ എന്തുണ്ടായെന്നറിയോ? വിശദീകരണം ഒന്നും വേണ്ട. പൊയ്ക്കോ പൊയ്ക്കോ, രണ്ടുപേരും പൊയ്ക്കോ. അല്ല, അന്ന കൊച്ച മണ്ടനും പൊയ്ക്കോ. പോയി. പോയ കാര്യം എന്നാച്ചി ആസാനെ കുണ്ടിപ്പോയാച്ചി. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിട്ടില്ല ഒരു നല്ല കാര്യത്തിൽ പോകുമ്പോഴെങ്കിലും ജഡ്ഡി ഇടണമെന്ന്. എനിക്ക് ചിന്ന വയസ്സിലിരുന്ന് ജെട്ടി അലർച്ചി. ചോളവും പ്രശ്നം എന്നാച്ചി ആസാനെ? മണ്ണും മുടിയും മാത്രമല്ല,
അവന്റെ കുടലും പണ്ടെടുത്താൽ പോലും അവനൊരു ചുക്കം ചെയ്യാൻ പറ്റില്ല. ആ കിളവി തള്ളമാർ അവന്റെ ആ പെണ്ണിന്റെ കൂടി 16 അടിയന്തരം നടത്താൻ പോയാണ്. அப்படியா சாப்பாடு கிடக்குமா? ஐயோ ചാപ്പാട് മാത്രം നിനക്ക് അലർജി ഇല്ല അല്ലേ? അറിവ് കെട്ട മുണ്ടം. എനിക്ക് പോയില്ല ആസാനെ. മാത്തുക്കുട്ടി പറഞ്ഞതില് വല്ല നേരും ഉണ്ടെന്ന് അന്നച്ചിക്ക് തോന്നുന്നുണ്ടോ? ഏയ് സോമൻ അങ്ങനൊന്നും ചെയ്യേല. പിന്നെ എന്നാത്തിനാ ഇത്രയ്ക്ക് അങ്ങ് ചൂടായത്? അവര് തമ്മിൽ നല്ല ചേർച്ചയാ അല്ലയോടി? ആ അപ്പോ മനസ്സിലേതാണ്ട് കരുതിയേച്ചാ അല്ലയോ? സോമൻ വയലിൻ വായിച്ചപ്പോ എന്റെ ഫ്രണ്ടിയുടെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും. അന്നേച്ചി എന്നാ ചിരിക്കുന്നേ? ഞാൻ ഓർക്കായിരുന്നു സോമനെയും സോഫിയെയും കുറിച്ചല്ലയോ? ഞാനും അത് തന്നെ ഓർത്തോണ്ടിരിക്കുവായിരുന്നു. അവര് കുടുംബവും കുഞ്ഞുങ്ങളുമായിട്ട് ഈ വീട്ടില്. ഓർക്കുമ്പോ കൊതിയാവുന്നു. ആ നമുക്ക് പാലയ്ക്കൽ അച്ഛനോട് പറഞ്ഞ് അവരുടെ കല്യാണം അങ്ങ് നടത്തിയേക്കാം അല്ലയോടി? ഞാനും അത് പറയാൻ തുടങ്ങുമായിരുന്നു. ആ ആട്ടെ, നീ എന്നാ സ്ത്രീധനം തരും? എന്നതാ? നിന്റെ മോളെ കെട്ടുന്നതിന് എന്റെ മോൻ എന്നാ സ്ത്രീധനം തരുമെന്ന്. ആഹാ, അപ്പൊ അങ്ങനെയാന്നോ? അവനെ ഒറ്റയ്ക്കങ്ങ് ദത്തെടുത്തോ? സോഫിയ നീ എടുത്തേക്കല്ലേ? എന്നാ കേട്ടോ, എന്റെ പേരിലുള്ളത് മുഴുവൻ അവക്കുള്ളതാ. പോരായോ? അതോ പയ്യന്റെ അമ്മയ്ക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ടോ? എന്തായത് രണ്ടുപേരും കൂടെ ഒരു കൈകൊട്ടിക്കളി? അച്ഛൻ വന്നത് നന്നായി. ഞങ്ങൾ അങ്ങോട്ട് വന്നൊരു കാര്യം പറയാൻ ആലോചിക്കുകയായിരുന്നു. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. കുടിക്കാൻ മാത്രമാക്കണ്ട, കഴിക്കാനും ആയിക്കോട്ടെ. അച്ഛൻ വരുന്നത് കണ്ടപ്പോഴേ വെള്ളം അടുപ്പത്ത് വെച്ചതാ, തിളച്ചു. ചേട്ടത്തി ഒന്ന് എളുപ്പമായിക്കോട്ടെ. കേക്ക് വല്ലതും ഇരിപ്പുണ്ടോ? ആ തിന്നാൻ പറ്റാത്ത സാധനങ്ങൾക്കാണല്ലോ ആർത്തി കൂടുതല്. മധുരം ഉള്ളത് വല്ലതും തന്നൂന്ന് ആ സോഫി കൊച്ചറിഞ്ഞാ. ഞങ്ങൾക്ക് തിന്നാനല്ല, അച്ഛനാ. അതൊക്കെ ഞാൻ അവിടെ കൊണ്ടുതരാം. വെറുതെ ഓടി നടന്ന് കാലിന് മസിൽ കയറ്റണ്ട. അല്ല, അവര് തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടോ എന്നുള്ളത് ആർക്കറിയാം? അവരോട് ചോദിച്ചോ? അതൊക്കെ മനസ്സമ്മതത്തിന് അച്ഛനങ്ങ് ചോദിച്ചാ മതി. അല്ല, ഇനിയിപ്പോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇവിടെ ഇരുന്ന് സ്വപ്നം കണ്ടാ മതിയോ? അവർക്ക് ചോദിക്കാനും പറയുന്ന ആൾക്കാരില്ലേ? അവർക്ക് സമ്മതമല്ലെങ്കിലോ? ഞങ്ങൾക്കുള്ളത് മുഴുവൻ അവർക്കാ. സ്വത്തല്ലല്ലോ പ്രശ്നം. അവരോടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ ഈ ആകാശക്കോട്ട കെട്ടാൻ. സോമൻ എവിടെ? കൊറേ നേരമല്ലോ തുടങ്ങിയിട്ട്. എന്ത് കാണാനാ? ഈ വേഷത്തിൽ കാണാൻ നല്ല ഭംഗിയാ. ഓഹോ, അപ്പൊ പെണ്ണുങ്ങളുടെ ഭംഗി കാണാൻ ഇറങ്ങിയതാണല്ലേ? അങ്ങനെ എല്ലാവരുടെ ഇല്ല. പിന്നെ അപ്പോ അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, സോഫിക്ക് ഏറ്റവും ഇഷ്ടം ആരോടാ? എനിക്ക് എല്ലാവരും ഇഷ്ടാ. ടീച്ചർമാരെ, മാത്തുക്കുട്ടിയെ, കിക്കിലി ചേർത്തിയെ, പിന്നെ ഈ പുഴയെ, ഇവിടുത്തെ തണുത്ത കാറ്റിനെ. അതല്ല, ബംഗ്ലാവിലെ സോഫിക്ക് ഏറ്റവും ഇഷ്ടമുള്ള. ഓ അതോ? പറയട്ടെ? പറയെന്റെ മോളെ. പറയ് എന്റെ മോളെ. എന്നാ എന്റെ ചാർലിയോടാ. ചാർലിയോ? അതാരാ? എന്റെ പൂച്ച. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്നാ പറ, ഞാൻ പിന്നെ ആരെയാ ഇഷ്ടപ്പെടേണ്ടത്? അത് പിന്നെ സത്യം പറഞ്ഞ ടീച്ചർമാരെന്ന് പറഞ്ഞപ്പോ മുതല് തുടങ്ങിയതാ മനസ്സിനകത്തൊരു. അയ്യടാ, ടീച്ചർമാര് പറയുന്ന കേട്ട് എന്റെ അടുത്ത് വെളച്ചിലും കൊണ്ട് വന്നാലുണ്ടല്ലോ. സോഫി വേണ്ട, എന്തിനേ ജാട? എനിക്കറിയാം. എന്ത്? സോഫി ബി സീരിയസ്. ഞാൻ ഉദ്ദേശിച്ച്. മനസ്സിലായി. അതിന് ഇത്രയും വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ട കാര്യമുണ്ടോ സാറേ? അത് പിന്നെ എനിക്ക് ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു. ഓക്കെ, വളക്കാതെ ചോദിക്കാം.
സോഫിക്ക് എന്നോട് സോറി. സോഫി തമാശകളാ. തമാശയല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. വേറെ ആരെങ്കിലും? അതുകൊണ്ടല്ല, എനിക്കെന്റെ ലൈഫിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അത് വേണം. ലക്ഷ്യങ്ങളൊക്കെ എനിക്കുണ്ട്. അത് കഴിഞ്ഞിട്ട്. അതെ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരെങ്കിലും ഇഷ്ടപ്പെടണോ, കുടുംബമായിട്ട് ജീവിക്കണോ, അതോ മൂക്കി പഞ്ഞിയും കയ്യെ കുരിശും വെച്ച് പെട്ടി തന്നെ കിടന്നുറങ്ങണോ തീരുമാനിക്കാൻ. അയ്യേ, ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്ക. സോറി, ഞാൻ അന്നത്തെ ദേഷ്യത്തിൽ ചേച്ചി വന്നിട്ടുണ്ട്, വേഗം വാ. ആട്ടെ, സോമന്റെയും സോഫിയുടെയും കാര്യത്തിൽ ട്രീസയുടെ അഭിപ്രായം എന്താ? അതിപ്പോ ഞാനെങ്ങനെയാ? പിടികൊടുക്കാതെ ഒളിച്ചു നടക്കുകയാണല്ലേ? സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ചേച്ചി ഒന്നും ഓടിക്കതച്ച് വന്നതല്ലേ, വിവരങ്ങൾ അറിയാൻ തിരക്കുണ്ടാവും. ചെല്ല്. അച്ഛോ, അച്ഛനൊന്ന് അവളോട് പേഴ്സണലായി ചോദിക്കേ. ഞങ്ങളുടെ പ്രസൻസിൽ അവക്ക് ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സത്യം പറഞ്ഞ ഇത്രയും ദിവസം എല്ലാം മറന്നിരിക്കായിരുന്നു ഞാൻ. ചേച്ചി എത്തിന്ന് കേട്ടപ്പോ നെഞ്ചിലെടുത്തി വീണ പോലെ തോന്നിയത്. സോമ, ഇനി ഒളിച്ചെന്നിട്ട് കാര്യമില്ലെന്നാ വക്കീല് പറഞ്ഞത്. കുറെ പേരൊക്കെ കോടതിയിൽ സറണ്ടർ ആയിട്ടുണ്ട്. ഇപ്പൊ സാഹചര്യം വെച്ച് നോക്കുമ്പോ ഒന്നാം പ്രതി നീയാവും. സോളമ, എന്താടാ ചോദിച്ചു? നാടകം കളി ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. പുറത്ത് അവന്മാർ കരുതിക്കൂട്ടിയെ നിൽക്കണേ. രാഷ്ട്രീയത്തിനെതിരായിട്ട് നാടകം കളിച്ച ക്യാമ്പസ് കുരുതിക്കളാക്കുമെന്നാ പറയണേ. പിന്നെ ഒന്ന് പോമരടാ, പറ. സോളമ, ഞാൻ പറയണത് മാറിക്കട. ഈ സഹപാഠികളെ, ഗുരുക്കന്മാരെ, ഞങ്ങളുടെ ഈ നാടകം ഒരിക്കലും രാഷ്ട്രീയത്തിനെതിരല്ല. പക്ഷെ സ്വന്തം മക്കളെ സംസ്ഥാനത്തിനകത്തും പുറത്തും സമരരഹിതമായ സുരക്ഷാ സങ്കേതങ്ങളിലാക്കി പഠിപ്പിക്കുകയും അതേസമയം അപക്വമായ യുവത്വങ്ങളെ തെരഞ്ഞുപിടിച്ച് അവരുടെ കൈകളിലേക്ക് വടിവാളും ബോംബും കുറുവടിയും കൊടുത്ത് അവരെ കൊണ്ട് മുട്ടിന് കോഴിപ്പോര് നടത്തിച്ച് ചത്ത കോഴികളെ കൊണ്ട് ഉപജീവനം നടത്തുന്ന രാഷ്ട്രീയ കോമരങ്ങളുടെ കുരുതി രാഷ്ട്രീയത്തിനെതിരെയാണ് ഈ കലാരൂപം. ചതിക്കുഴിയിൽ വീണ അകാലത്തിൽ പൊലിഞ്ഞുപോയ നമ്മുടെ ആത്മസുഹൃത്തുക്കളുടെ കല്ലറകളിൽ നിന്ന് ഉൾക്കൊണ്ട തിരിച്ചറിവോടെ അവരുടെ മാതാപിതാക്കളുടെ കണ്ണുകളിൽ നിന്ന് ഉതിർന്നു വീണ ചുടുകണ്ണീരിനെ സാക്ഷിയാക്കി ഞങ്ങൾ ആരംഭിക്കുന്നു. എടാ സോളമ, പോയടാ. നമ്മുടെ കിച്ചു അവൻ സൂയിസൈഡ് ചെയ്തു. എന്താ നീ പറയണേ? എന്താണ് കാര്യം? മലയാള ഭൂമിയുടെ സൺഡേ സപ്ലിമെന്റാ, അതിലൊരു സ്റ്റില്ലും മാറ്റിയുണ്ട്. ഇത് പുതുവത്സര പിറവിക്കെന്നും പറഞ്ഞെടുത്ത് സ്റ്റില്ലല്ലേ? അതെ, ഇത് കണ്ട് കിച്ചുവിന്റെ വീട്ടിൽ ഭയങ്കര പ്രോബ്ലം ആയി. അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞ് വീട്ടിലെല്ലാവരും എടുത്തിട്ട് കുടഞ്ഞെന്നാ കേട്ടത്. സ്റ്റോപ്പ് യുവർ നോൺസെൻസ്. സാബ് സൂക്ഷിച്ച് സംസാരിക്കണം. താൻ ഈ പത്രാഫീസിലെ വെറും ഒരു ഫോട്ടോഗ്രാഫർ മാത്രാ. താൻ ഫോട്ടോ മാത്രം എടുത്താൽ മതി. അത് എവിടെ എങ്ങനെ ഇടണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇയാൾ എന്നെ പഠിപ്പിക്കില്ലേ? അറിവില്ലെങ്കിലേ പഠിക്കണം, ഇല്ലെങ്കിലേ പഠിപ്പിക്കാൻ ആളുണ്ടാവും. എഡിറ്റർ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഞെളിഞ്ഞിരുന്ന് പോക്കറ്റ് കാണിച്ചാലോ. എടോ, വയനാട്ടിലെ കവറേജ് പൂർത്തിയാക്കാതെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തന്നോട് ആരോടോ പറഞ്ഞേ? വരാതെ പിന്നെ പത്രം ഇന്നലെ കണ്ടപ്പോ മുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ല, അറിയോ? ഞാൻ എടുത്താണ് ഈ സ്റ്റില്ല്, അതും ക്യാമ്പസിലെ പുതുവർഷ പിറവിക്കുള്ള ലേഖനത്തിനെ കുറിച്ച്. എന്നിട്ട് ഇങ്ങനെ ഒരു തെണ്ടിത്തരം കാണിച്ചാലുണ്ടല്ലോ, ഉത്തരം പറയേണ്ടത് ഞാനും കൂടിയാ. നാളെ ഒരു കവറേജ് എന്ന് പറഞ്ഞ് ക്യാമ്പസിലേക്ക് കയറി ചെല്ലാൻ പറ്റുമോ എനിക്ക്? ഇവനാണ് നമ്മുടെ ഫോട്ടോ എടുത്തത്. നിന്റെ ഒരു ഫോട്ടോ ദയവ് ചെയ്ത് ഞാൻ പറയുന്നു കേക്ക്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. പത്രം കണ്ട ഞാൻ വയനാട്ടിൽ നിന്ന് പാഞ്ഞു വന്നതാ. ആ ഫോട്ടോ തെറ്റായി കൊടുത്തതാ. സാബു, മിണ്ടരുത്. താൻ ഒറ്റ ഒരുത്തന ഇതിനൊക്കെ കാരണക്കാരൻ. വേഷം കെട്ട് കാണിക്കരുത്. ഇതൊരു പത്രാഫീസാ. അല്ലടത് കശാപ്പ് കടയാ. നിരപരാധികളെ കൊല്ലാൻ കത്തിയും വെച്ചിരിക്കുന്ന പാട്ടി.
ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നില്ല. എന്ത് നേരിടാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷെ ചേച്ചിക്കും അളിയനും എന്നെ എങ്ങോട്ടെങ്കിലും നാട് കടത്തിയേ പറ്റൂ. ഇവൻ ഇപ്പോഴും കാര്യങ്ങളുടെ സീരിയസ്നെസ് അറിയില്ല. ഞങ്ങളെ പറ്റി അച്ഛനൊന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷേ പറഞ്ഞു കേട്ടിടത്തോളം സോളമൻ നിരപരാധിയാണ്. ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്. പക്ഷെ പത്രക്കാർ കൊടുത്തിരിക്കുന്ന കേസ് ഡ്രഗ് അഡിസ്റ്റ് ആയി ഒരു കൂട്ടം സ്റ്റുഡൻസ് അവരുടെ ഫോട്ടോയും വാർത്തയും പത്രത്തിൽ വന്നത് കണ്ട് വയലന്റ് ആയി പത്രം ഓഫീസ് കയ്യേറി ആ ഫോട്ടോഗ്രാഫറെ തീ വെച്ച് കൊന്നു എന്നാണ്. വിവരം അറിഞ്ഞ ഉടനെ ഇച്ചായന പറഞ്ഞത് സോമനെ ഉടനെ എങ്ങോട്ടെങ്കിലും മാറ്റണമെന്ന്. ആ, ഏതായാലും അന്നയോടും ആലീസിനോടും ഇതൊന്നും പറയാണ്ടിരുന്നത് നന്നായി. പക്ഷേ ഇനിയിപ്പോൾ എന്തു പറഞ്ഞിട്ടാ ഇവനെ ഇവിടുന്ന് തിരിച്ചു വിളിച്ചോണ്ട് പോവുക? ഇവനും സോഫിയും അവരുടെ കുഞ്ഞുങ്ങളും എല്ലാവരും ചേർന്നുള്ള ഒരു ജീവിതവും സ്വപ്നം കണ്ട് നേർച്ചയും കാഴ്ചയായിട്ട് നോക്കിയിരിക്കുക ആ പാവങ്ങള്. അവരോടിപ്പോ ഞാൻ എന്നതാ അയച്ചോ? കുറെ നേരം ആയല്ലോ. എന്നതാ അവളുടെ അഭിപ്രായം? അതിപ്പോ ഈ സോളമനെ തിരിച്ചു വിളിച്ചോണ്ട് പോകാനാ ട്രീസ വന്നത്. തിരിച്ചു വിളിച്ചോണ്ട് പോവാനോ? എന്നത്തിന് എത്ര പെട്ടെന്ന്? ട്രീസ മോളെ, എന്നതാ ഞാനീ കേൾക്കുന്നേ? നിങ്ങളെ വിഷമിക്കരുത്. അവൻ ഇവിടുന്ന് പോയാ പിന്നെ എന്നത്തിനാ പോന്നേ? ഹയർ സ്റ്റഡീസിന് അമേരിക്കയിൽ പോകണമെന്നുള്ളത് സോമന്റെ ഒരു അംബിഷനായിരുന്നു. പേപ്പറുകളൊക്കെ ശരിയായി പുറപ്പെടാനിരിക്കുമ്പോഴാ എമിഗ്രേഷന്റെ കാര്യത്തില് ഒരു പ്രോബ്ലം വന്നത്. അതുകൊണ്ട് യാത്ര മുടങ്ങി. ഇവനാകെ ഡെസ്പായപ്പോ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ഹയർ സ്റ്റഡീസിന് പോയിട്ട് ഇപ്പം എന്നതാ ഇത്ര? 2 തലമുറയ്ക്ക് കഴിയാനുള്ളത് ഇവിടെ ഇല്ലയോ? പിന്നെ എന്നാത്തിനാ? അവന് ഞങ്ങള് ഒരിടത്തും വിടത്തില്ല. ഞാനും അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അവന് പോണം തന്നെയാ. അച്ഛൻ എന്നായി പറയുന്നേ? അല്ല, ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? കുട്ടിക്കാലം മുതലേ അവൻ മനസ്സിൽ കൊണ്ടു കിടക്കുന്നതാ. ഇപ്പോ ഈ പേപ്പറൊക്കെ ശരിയായ സ്ഥിതിക്ക് അല്ല, അവൻ പോയാൽ തന്നെ ഇങ്ങോട്ടല്ലേ വരുന്നത്? ആലിസേ, അവൻ പോട്ടെ, നമ്മളായിട്ട് തടയരുത്. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. പേടിക്കാനൊന്നുമില്ല, പ്രഷർ കൂടിയതാ. എംഡോപ്പ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ശരി ഡോക്ടർ. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷോക്ക് ഉണ്ടാകാൻ മാത്രം എന്താ പ്രോബ്ലം ഉണ്ടായത്? ഇവനെ വലിയ കാര്യമായിരുന്നല്ലോ. പെട്ടെന്ന് അവന് നാട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു. അവൻ പോണു കേട്ടപ്പോ തന്നെ ഓഹോ. സി മിസ്റ്റർ സോളമൻ, മിസ്റ്റർ സോളമന് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഐ മീൻ, ടീച്ചർ ഒന്ന് നോർമൽ ആകുന്ന വരെയെങ്കിലും. ഏജിലായ ആൾക്കാരാണേ, ആവശ്യത്തിലേറെ രോഗങ്ങളും. ഇനി ഒരു ഷോക്ക് ഉണ്ടായാൽ അതിൻ്റെ റിസ്ക് എന്തായിരിക്കും എന്നറിയാമല്ലോ. കാര്യങ്ങളൊന്ന് റിയലൈസ് ചെയ്യുന്നവരെങ്കിലും സോളമന് ഇറ്റ്സ് ബെറ്റർ ദാൻ മെഡിസിൻ. ഓക്കെ, ഞാൻ വീട്ടിലുണ്ടാവും. ശരി. ഡോക്ടർ പറഞ്ഞ കേട്ടില്ലേ? ട്രീസ് ഒരു കാര്യം ചെയ്യേ, ആ വക്കീലിനെ കണ്ടൊന്ന് സംസാരിക്കേ. ആ പത്രക്കാര് വെറുതെ കുത്തിപ്പൊക്കി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെന്നാ ആ വക്കീല് പറഞ്ഞത്. സറണ്ടർ ആയില്ലെങ്കിൽ എന്തായാലും ഞാൻ സറണ്ടർ ആവാൻ പോവല്ലേ. ചേച്ചി അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. അമ്മമാരിങ്ങനെ വിട്ടിട്ട് എനിക്ക് വരാൻ പറ്റില്ല. എടാ നീ ട്രീസ, എന്തായാലും അധികം ദിവസത്തേക്കൊന്നും വേണ്ടല്ലോ. ട്രീസ ഇപ്പൊ പോയിട്ട് 2 ദിവസം കഴിഞ്ഞു വാ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതല്ലേ അതിന്റെ ശരി. അമ്മച്ചി, മറ്റോ പോയാ? എന്ത് ആദ്യം ഈ കുന്താണ്ടൊക്കെ മാറ്റി ചില താലിബാനിച്ചുകളെ പോലെ. മറ്റോ പോയാ? അവന്റെ ചേച്ചിയെ കൊണ്ടു വിടാൻ പോയിരിക്കുക. അവൻ പോണില്ലേ? അന്ന കൊച്ചമ്മയ്ക്ക് ഭേദമായതിനു ശേഷേ അവൻ പോവും. അവൻ ഇവിടുന്ന് പോയില്ലെങ്കിലേ അവനിവിടുന്ന് ഞാൻ പറപ്പിക്കും. പറപ്പിക്കും. വക്കീലിനെ വിളിക്കാനോ മറ്റോ നിന്നെ വിളിപ്പിച്ചത്? വക്കീലിനെ വിളിപ്പിക്കാൻ അവനെ വിട്ടാ മതി. ഞാൻ ഇവിടുത്തെ മാനേജറാ. ഓ, മാനേജർ പറഞ്ഞിടക്കാൻ കൊള്ളാം. എടാ, അവരുടെ മുമ്പിലേ നീ ഇവിടത്തെ ഡാമേജറാ. എടാ പോത്തെ, ഇനിയെങ്കിലും കൊച്ചമ്മമാരുടെ അടുത്ത് തഞ്ചത്തി നിന്നാ നിനക്ക് വല്ലതും കിട്ടും. അല്ലെങ്കിലേ താമരപ്പൂ പോലെ ഇങ്ങനെ കുളത്തി കിടക്കാം. അമ്മച്ചി നോക്കിക്കോ,
അവനെ കൊണ്ട് ഈ ബംഗ്ലാവും സ്വത്തുക്കളും ഞാൻ എഴുതി വാങ്ങിച്ചില്ലെങ്കിൽ വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് കിട്ടില്ല അമ്മച്ചി. അമ്മച്ചി എങ്ങനെയെങ്കിലും പറഞ്ഞ് എനിക്ക് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഞാൻ ചത്തുകളയും. എടാ നീ ആവശ്യമില്ലാത്ത ബുദ്ധിയൊന്നും കാണിക്കരുതേ. ചത്താ പിന്നെ ഒന്നും കിട്ടത്തില്ല. ആണോ? ആ നീ വേഗം ചെല്ല്. അന്നെ കൊച്ചപ്പോ സുഖല്ലാതെ കിടപ്പില്ല. ചെല്ല് ചെല്ല്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഓ എടാ മാത്തൂട്ടി, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ അനുവാദമില്ലാതെ അകത്ത് കടക്കരുതെന്ന്? അറിയാം. അകത്തേക്ക് കിടക്കാനുള്ള അനുവാദം വായിക്കാനാണ് ഞാൻ അകത്തോട്ട് വന്നത്. ഞാൻ അകത്തോട്ട് വന്നോട്ടെ? ആ അങ്ങനെ മര്യാദ കാണിക്കും. എന്നാത്തിനാ എന്നെ വിളിപ്പിച്ചത്? ദേ നീ പോയി നമ്മുടെ വക്കീലിനെ ഒന്ന് വിളിച്ചോണ്ട് വാ. എന്നാത്തിനാ ഇപ്പൊ വക്കീല്? എന്റെയും ആലീസിന്റെയും കാലശേഷം ഈ സ്വത്തുക്കളൊക്കെ വേണ്ട വെച്ചപ്പേ, എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി. സ്വത്തും പണം മോഹിച്ചല്ല ഈ മാത്തക്കുട്ടി ഇത്രയും കാലം ഇവിടെ നിന്നത്. അറിയാവോ, ഹനുമാനാണെങ്കിൽ ഞാൻ നെഞ്ചു പൊളിച്ച് കാണിച്ചേരാ. കരയണ്ടടാ, നിനക്ക് അങ്ങനെയൊന്നുള്ള മോഹമില്ലെന്ന് ഞങ്ങൾക്കറിയത്തില്ലയോ? സ്വത്തുക്കള് സോമന്റെയും സോഫിയുടെയും പേരിൽ എഴുതാനാ. കംപ്ലീറ്റാ? ആ ഈ 500 ഏക്കർ തോട്ടം, ഈ ബംഗ്ലാവ്, പുറത്തു കിടക്കണ പെൻഷനാറും ആ സൈക്കിളും. അതെ, കള്ളത്തരൊന്നും കാണിക്കാതെ അവരുടെ കൂടെ നിന്നാ നിനക്കുള്ളത് എന്താന്ന് വെച്ചാ മാസാമാസം തരും. എന്നതാ എന്നാത്തിനാ നീ കരയുന്നേ? സന്തോഷ വാർത്തയല്ലേ ഞാൻ കേട്ടത്. ഇതിൽ കരയാൻ എന്തിരിക്കുന്നു? എങ്ങാണ്ട് വന്നൊരുത്തരെ എല്ലാം എഴുതി കൊടുത്തില്ലേ? എനിക്ക് മാസം 250 ശമ്പളവും. കർത്താവേ, നിങ്ങളുടെ നല്ല മനസ്സ്. ഇനി പോകാൻ അനുവാദം ചോദിക്കണോ? കർത്താവേ, യാതൊരു സ്വത്തുമില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ നിന്റെ അൾത്താരയിലേക്ക് വരികയാണ്. തൂങ്ങുന്നതിനിടയിൽ ഈ കൊമ്പങ്ങാനും ഒടിഞ്ഞ് എന്റെ തലയിൽ വീണാൽ ഞാൻ തലപൊട്ടി ചത്തുപോകും. കാത്തോളണേ. ഞാൻ അവിടെ വരുമ്പോൾ ഇതുപോലത്തെ 1000 മെഴുകുതിരികൾ അവിടുത്തെ അൾത്താരയിൽ കത്തിച്ചോളാം. സൂക്ഷിച്ചു വാടാ മാങ്കാണ്ടി. என்ன பண்றது? நான் சாக போறேன்டா. என்ன விட்டுட்டு போவாதுங்க. அப்படியா? എന്നാ നീ ഇവിടെ വാ. ഒരു ധൈര്യത്തിന്. കയറ് സ്ട്രോങ് ആണ്. എന്താ என்ன ஆசானே, துணியெல்லாம் போட்டுட்டு സേഫ്റ്റിടാ. ടൈറ്റ് ആവുമ്പോ എന്റെ തൊണ്ട വേദനിക്കില്ലേ? എനിക്ക് ടോൺസിലൈറ്റിസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കഴുത്ത് ഭദ്രമാ പാക്ക വേണ്ട. என்ன ஆசானே, என்ன பிரச்சனை? எல்லாம் போச்சுடா. எல்லா சொத்துக்களும் அந்த பொண்ணுக்கும் அந்த புறம்போக்கு பையனுக்கு எழுதி வச்சாச்சு. நான் இனி எதுக்கு வாழணும்? அப்படியா விஷயம்? ஆமாண்டா. அதுக்கு ஒரு வழி இருக்கு. எப்படி ஆனாலும் அந்த பொண்ணுக்கு பாதி சொத்து கிடக்குமே. அது എനിക്കെന്താടാ? இருக்கு. എന്താ? அந்த சோம சாரு, அந்த புறம்போக்கு. ஆமா ஆமா, அவர் அமெரிக்காவில போய் திரும்பி வரதுக்கு முன்னாலே ஆசான் அந்த பொண்ணுனை காதல் பண்ணி கல்யாணம் செய்தா அந்த சொத்து முழுவதும் உங்களுக்கு கிடக்குமே. നടക്കണ കാര്യമല്ല പറടാ. நடக்காம எங்க போகுது? சின்ன பொண்ணு தானே. ஆகட்டுமே. உங்களுக்கு வயசாയി போச்சா? ஏரியா 45 50. கம்மி பண்ணடா. 60 வயசானாலும் சிங்கம் தான். என்ன இது? சிங்கம் நன்னா இருக்கு. எங்க அப்பா எங்க அம்மாவை கல்யாணம் கட்டும் போது அம்மாவுக்கு 16, அப்பாவுக்கு 61. இந்த விஷயம் அம்மாவுக்கு தெரியுமா? அப்ப பரவாயில்ல, நீ விஷயத்துக்கு வாடா மாயண்டி. ஆசானே, என்ன உடம்பு, என்ன மசலி பழமாங்க போல இருக்குது. அழகு அழகு. എന്നാലും അവള് സമ്മതിക്കോ? சம்மதிக்க வைப்பேன். எப்படி? அது எனக்கு விடுங்க. நம்ம மந்திரவாதி சாமிக்கிட்டு ஒரு தைலம் இருக்கு. அந்த தைலம் யார் மேலாவது புரட்டினா அவங்க உங்க பின்னாடி நாய் மாதிரி சுத்தி சுத்தி வந்துடும். ഇനിയിപ്പോ ആ സ്വാമിയുടെ അടുത്ത് എങ്ങനെ പോവടാ? മണ്ണും പൊടി കൊണ്ടില്ലാന്ന് പറഞ്ഞിട്ട് ഇതേവരെ ചെന്നിട്ടില്ല, ദക്ഷിണം കൊടുത്തിട്ടില്ല. நான் வாங்கிட்டு வர்றேன், நீ தைரியமா இருங்கோ. ஆனா எனக்கு ஒரு சத்தியம் பண்ணணும். എന്നടാ? நீங்க அந்த சோஃபியா பெண்ணை கல்யாணம் செய்தா நான் தான் உங்க எஸ்டேட் மேனேஜர். சம்மதிச்சு. அப்படி சொன்னா பத்தாது, கையாலே அடிச்சு சத்தியம் போடணும். கையால? ஆமா. ஐயோ സത്യം സത്യം. മൂന്നാഴ്ച ഇനിയോണ്ട് വേണമാ? போதும் போதும் போதும். ആ സോഫി പെണ്ണ് എനിക്ക് കിട്ടുവോ? அந்த சோஃபி கெட்டு நடக்கலனாலும் இந்த கெட்டிங்க சேஃப்டியா இருக்கும். ஆசானே, கிடைச்சாச்சு. ஆசானே, புடி புடி புடி, கிடைச்சாச்சு. തൈലം കിടച്ചാച്ചാ? காதல் தைலம் கிடைச்சாச்சு. அப்பா வா. അതെ, വെള്ളം ഒഴിച്ചു കുടിക്കണം, പാലൊഴിച്ചു കുടിക്കണം? அப்பா அப்பா குடிக்காதுங்க. இது கையில கொஞ்சம் ஊத்தி அந்த பொண்ணு மேலே தடவியா போதும். அது தப்பு.
ഒരു പെണ്ണ് കുളിച്ചോണ്ടിരിക്കുമ്പോ ആ കുളിമുറിനകത്ത് കയറാനും ഒളിഞ്ഞു നോക്കാനൊന്നും എനിക്ക് ഡീസൻസിക്ക് പറ്റില്ല. അതൊന്നുമേ വേണാസാനെ. கொஞ்சம் தைல ஊத்தி அப்படியே அந்த பெண்ணு கை மேலே கை காமிக்கு. டேக் பண்ணியா போதும். അപ്പൊ ഞാൻ ഹസ്ബൻഡ് ഊത്തട കയ്യില് കൊഞ്ചം കൂടി ഊത്തട. கல்யாணத்துக்கு இது போதும். സ്വത്തുക്ക് ஓ சொத்துக்கு. കാതൽ പണം, കാതൽ പണം. அப்படி ஒரு படம் இருக்கா? പടമല്ലടാ മണം. ഏയ് മാത്തൂട്ടി, ആ ಏನು ವಿಶೇಷ? നല്ല വിശേഷം. ಸೋಫಿಯಾൾക്ക് ಒಂದು ಲೆಟರ್ ದಾರೆ. സോഫിയക്ക് ലെറ്ററാ? ഛേ വേണ്ടി நான் கொடுக்க மாட்டேன். കടലിക്ക് ആവത്തുതാ? പെടലിക്ക് എന്ത് പറ്റി? കടലിക്ക് ആവത്തുതാ? ഓ കത്ത് കൊടുക്കാം. ആ. ആ കൊടുക്കാം. വേണ്ടി കണ്ടോടാ, അവളുടെ കൈക്ക് തൈലം തേക്കാനുള്ള ചാൻസ് ഉടയമ്പരം കൊണ്ടുവന്നതാ. நான் சொல்லல, இன்னையில இருந்து உங்களுக்கு தீபாவளி. ദീപ வலி வலி. ഇതെന്താ ഈ കുതിരക്ക്? കുതിര പിന്നാലെ വരുന്നത്? ஐயோ ஆசானே, நீங்க அந்த தைலம் குதிரை மேல தேய்ச்சாச்சா? ആമാ, അല്ലെങ്കിൽ കത്തി കിട്ടാവൂലേ? ஐயோ, பொண்ணு மேல தேய்க்க சொன்ன தைலம் குதிரை மேல தேய்ச்சாச்சா? ആമാ. அப்ப குதிரை குங்க மேல காதல் வருவ. അയ്യോ, കുതിരയുടെ കാതൽ പണ്ടുമാ. അയ്യോ, എന്താ കുതിര? അയ്യോ, അയ്യോ. ஆசானே, ஓடாசானே. അയ്യോ, കുതിരക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? എന്തിനാ ഓടുന്നേ? ഞാൻ സോഫിക്ക് ഒരു കത്ത് തരാൻ വന്നാ. അത് എന്റെ മാതാവേ, വയാണ്ടി ഇത് എന്തൊടുക്കുന്ന തൈവാടാ? ஆசானே, வலிஞ்சோட ஒரு ஸ்ட்ரைட்டோடு. ഇല്ല, രക്ഷപ്പെട്ട് എന്റെ അമ്മേ. ആ അയ്യോ, അയ്യോ, അയ്യോ. അയ്യോ, അയ്യോ, ദേ വണ്ടി. അയ്യോ, ദേ വണ്ടി, ദേ വണ്ടി. അയ്യോ, അയ്യോ. അയ്യോ, അയ്യോ, എന്നെ രക്ഷിക്കണേ. അയ്യോ. മാതാവേ, ഞാനൊരു മനുഷ്യനാണെന്ന കാര്യം കൂടി ഓർക്കണ്ടേ? ആ ജന്തു என்ன காதல் கிஸ், டைட்டானிக் மாதிரி இருந்த. ആത്മാക്കളുടെ പള്ളിയിൽ പെരുന്നാളെന്നാ തോന്നണേ. നല്ല മഴക്കോളുണ്ട്. സോമ, കുരുത്തക്കേട് പറയണ്ട. ആത്മാക്കള് പൊറുക്കുകയല്ല. ഞാനൊരു തമാശ പറഞ്ഞ, ആത്മാക്കൾക്ക് എന്താ തമാശ ഇഷ്ടമല്ലേ? ഞങ്ങൾ പേടിച്ചിരിക്കുമായിരുന്നു. എവിടെയായിരുന്നു ഇതുവരെ? വെറുതെ കുറച്ച് നടന്നു. വഴിയിൽ വെച്ച് പാലക്കച്ചനെ കണ്ടു. പിന്നെ പള്ളിയിൽ പോയി. ഓരോന്ന് പറഞ്ഞിരുന്ന് നേരം പോയതറിഞ്ഞില്ല. എന്തിനാ ഇങ്ങനെ അലഞ്ഞു തിരിയാൻ പോയേ? ഞങ്ങൾക്കറിയാം, ഇവിടം വിട്ടുപോകാൻ വിഷമമുണ്ട് അല്ലേ? ഇത്ര വിഷമിച്ച് ചുമ്മാ പോണോ? പോവാതെ പറ്റില്ല. എത്ര കൊല്ലത്തേക്കുള്ള കോഴ്സാ? ഞങ്ങളൊരു ഗ്രൂപ്പായതുകൊണ്ട് എത്ര കാലത്തേക്കെന്ന് പറയാൻ പറ്റില്ല. ഗ്രൂപ്പോ? അതെ, ഞാൻ മാത്രമല്ല, ഞങ്ങൾ 5-6 പേരുണ്ട്. ഗ്രൂപ്പ് വിസയാ. ആന്നോ? അപ്പോ നീ? അല്ല, നിങ്ങള് പ്രാർത്ഥനയൊക്കെ ചൊല്ലിയോ? നീ വരട്ടെ എന്ന് കരുതി ഇരിക്കുമായിരുന്നു. ആ, സോഫിയെ വിളിക്കേ. ആളെന്തേ? അന്നേച്ചി, കോഴ്സ് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണോന്ന് പറയാന്ന് പറഞ്ഞിട്ട്. ഞാൻ പറയാൻ തുടങ്ങിയതാ, അപ്പോഴത്തേക്ക് അവൻ വിഷയം മാറ്റിയല്ലോ. എന്തേ? ഒന്നുമില്ല. ഒന്നുമില്ലാതെ ആരെങ്കിലും കരയോ? പറയെന്താ കാര്യം? എനിക്ക് ജോലി കിട്ടി. അതിനാണോ കരയണേ? കൊള്ള. ജോലി കിട്ടിയതിന്റെ പേരിൽ കരയണ ഒരാളെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എന്റെ കർത്താവേ. സോഫി, എന്തേത്? പറയടോ. എന്റെ
ചേട്ടന്റെ ജീവന് പകരമായിട്ടാ എനിക്ക് ജോലി കിട്ടിയത്. എന്താ കയ്യില്? ചേട്ടൻ, എന്റെ ചേട്ടൻ. സ്വന്തം പറയാൻ ഈ ലോകത്ത് എനിക്ക് എന്റെ ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കത്തിക്കരിഞ്ഞ എന്റെ ചേട്ടനെ സെമിത്തേരിയിൽ അടക്കിയിട്ട ഞാനിങ്ങോട്ട് പോന്നത്. മയക്കുമരുന്ന് കഴിച്ച് ഭ്രാന്ത് പിടിച്ച കുറെ ദുഷ്ടന്മാര് തീ വെച്ച് കൊന്നു എന്റെ ചേട്ടനെ. അവന്മാരുടെ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്തതിന് പകരം വീട്ടിയതാ. ചേട്ടനില്ലാത്ത ആ വീട്ടിൽ നിന്ന് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഈ അമ്മമാരുടെ അരികിലേക്ക് ഞാൻ ഓടിപ്പോരുമായിരുന്നു. ചേട്ടനില്ലാത്ത ഈ ലോകത്ത് ജീവിക്കേണ്ടെന്ന് ആദ്യം കരുതിയതാ. പക്ഷേ എന്റെ ചേട്ടനെ കൊന്നവരെ ശിക്ഷിപ്പിക്കാതെ മരിച്ച എന്റെ ചേട്ടൻ എന്നോട് പൊറുക്കില്ല. പ്രാർത്ഥനയ്ക്ക് സമയമായി. അമ്മമാരവിടെ കാത്തിരിക്കുക. സോളമൻ, അമ്മമാരോട് ഇതൊന്നും പറയരുത്. അവർക്കിതൊന്നും താങ്ങാനാവില്ല. ആരോടും ഒന്നും പറയണ്ടെന്ന് കരുതിയതാ. മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ശക്തി തരണേത് മാതാവിനോട് പ്രാർത്ഥിക്കായിരുന്നു ഞാൻ. ഞാനിനി എന്താ ചെയ്യണ്ടേ ഫാദർ? ഇതറിഞ്ഞത് മുതല് നെഞ്ചിനകത്തൊരു വിങ്ങല. അവളെ കാണുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധം. ചെയ്യാത്ത തെറ്റിനിങ്ങനെ ഒരു എല്ലാം അവളോട് തുറന്നു പറഞ്ഞാലോ ഫാദർ? ഏയ്, തൽക്കാലം അങ്ങനെയുള്ള അവയവൊന്നും കാണിക്കരുത്. നീ പറയുന്നൊന്നും സമാധാനത്തോടെ കേൾക്കാനും മനസ്സിലാക്കാനും അവൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. വല്ല ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കിയാൽ ആകെ പ്രശ്നമാവും. അതും അല്ലെങ്കിൽ ആരോടും മിണ്ടാതെ പോലീസിനെ വിളിച്ചു വരുത്തിയാലോ? അന്നേ ആലിസ് ഇതൊക്കെ അറിഞ്ഞാ പിന്നെ എന്താ ഉണ്ടാവുക? പക്ഷേ ഒരു പക്ഷേയുമില്ല. എന്തായാലും 2 ദിവസം കൂടല്ലേ നീ ഇവിടെ ഉള്ളൂ. നീ പോയി കഴിഞ്ഞ് സമാധാനമായിട്ട് ഞാൻ അവളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. എന്താ പോരെ? ഹാ, നീ അപ്സെറ്റ് ആവാതെ ധൈര്യമായിട്ടിരിക്കേ. പിന്നെ എല്ലാം ഇതെന്താ പതിവില്ലാതെ ഇവിടെ? മാതാവിനോട് ചില കണക്കുകൾ പറഞ്ഞു തീർക്കാനുണ്ടായിരുന്നു. എന്നിട്ട് തീർത്തോ? തീർത്ത് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എല്ലാരോടും പറഞ്ഞു തീർത്ത് പോകാനുള്ള ഒരുക്കാണല്ലേ? എന്നോടൊന്നും പറയാനില്ലേ? അതിപ്പോ എന്നാ എനിക്ക് പറയാനുണ്ട്. സത്യം പറഞ്ഞ ഇത്രയും നാളും മനസ്സിലെ വിഷമം മുഴുവൻ മറക്കാൻ എന്നെ സഹായിച്ചത് സോമനാ. ഇണങ്ങിയും പിണങ്ങിയും വേറൊന്നും ഓർക്കാതെ ഓരോ ദിവസം കഴിഞ്ഞു പോയത് സോമനുള്ളതുണ്ടാ. പിന്നെ എനിക്കൊരു ഉപകാരം ചെയ്യോ? എന്താ?
ജോലി കിട്ടിയെന്നും അടുത്ത ആഴ്ച പോണമെന്നും ഞാൻ അമ്മച്ചിമാരോട് പറഞ്ഞിട്ടില്ല. ഈ അവസ്ഥയിൽ എങ്ങനെയാ പറയണ്ടേന്ന് എനിക്കൊരു രൂപവും കിട്ടുന്നില്ല. സോമനൊന്ന് നമുക്ക് പാലക്കച്ഛനെ കൊണ്ട് പറയിപ്പിക്കാം. അച്ഛനാവുമ്പോ അതിന്റെ വഴിക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കോളും. ചേട്ടത്തി, ആരാത്? കൊച്ചോ? ഇവരൊക്കെ എവിടെ പോയി? ഇന്ന് ഞായറാഴ്ചയല്ലേ, പള്ളിയിൽ പോയിരിക്കുക. ചേട്ടത്തി പള്ളി പോയില്ലേ? ഞാനൊന്ന് ആശുപത്രി വരെ പോയിരിക്കായിരുന്നു. ആരാ ആശുപത്രിയില്? എന്റെ മോനാ മാത്തൂട്ടി. പേര് പറ്റിക്കൊണ്ടുവന്നു. എന്തു പറ്റി? ഓ, അതൊന്നും പറയണ്ട എന്റെ കൊച്ചെ. അവനൊരു പനി എന്തോ കണ്ട് പേടിച്ചതാ. അതോ ഇനി കുതിര ചവിട്ടിയതിന്റെ ആണോന്ന് അറിയത്തില്ല. കുതിര ചവിട്ടിയോ? ഓ, എന്നാന്നറിയത്തില്ല. മിണ്ടാ പ്രാണികൾക്ക് അവനെ കണ്ട വലിയ കാര്യ. ദേ അവര് വന്നു. കുറച്ചു നേരായി. പ്രോബ്ലം ഒന്നുമില്ല. പറയാം. നീ വരുമെന്ന് അച്ഛൻ പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് വരുമെന്നാ ഞങ്ങള് കരുതിയേ. നാളെ കാലത്ത് തന്നെ അങ്ങ് എത്തണം. അതുകൊണ്ടാ ഞാൻ. അപ്പോ ഇന്ന് തന്നെ പോയേ പറ്റൂ അല്ലേ? വാതിൽ തുറക്ക. ആ, ദൈവഹിതം എന്നാന്ന് വെച്ചാ നടക്കട്ടെ. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ് എന്നല്ലയോ? എന്നായാലും ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് പോയാ മതി. അതിപ്പോ വൈകിയ തടസ്സമൊന്നും പറയണ്ട. ഇനി എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുമെന്ന് ആർക്കറിയാം. അടുത്ത ഞായറാഴ്ച സോഫിയും പോവുക. അവക്ക് വേറെ ജോലി കിട്ടി. ഞങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ മതിയെന്നായിരിക്കും ദൈവനിശ്ചയം. ആ ചേട്ടത്തി, ഓ ഊണ് കേമായിക്കോട്ടെ. ആ, കോഴിനെ പിടിക്കണാവോ? വേണ്ട. ഓ, കോഴിക്ക് ആയുസുണ്ട്. എന്നാ പിന്നെ പരിപ്പും പപ്പടവും പായസവും ആയിക്കോട്ടെ അല്ലേ? പായസോ? ഞങ്ങൾക്കല്ലേ. ആ, അങ്ങനെ അടുത്ത ഞായറാഴ്ച മുതൽ ഈ സ്വർഗത്തിൽ ഞങ്ങളും ചേട്ടത്തിയും പിന്നെയും തനിച്ചാകും. എല്ലാം റെഡിയായി ചേട്ടത്തി? ഉവേ, പായസം ഒന്ന് തിളക്കേണ്ട താമസേ ഉള്ളൂ. ഇതുവരെ പാകമായില്ലേ? ദേ, എനിക്ക് 2 കയ്യേ ഉള്ളൂ. ഇടി കുടുക്കേന്ന് ചോറും കറിയെന്ന് പറഞ്ഞാലേ ഉണ്ടാക്കാൻ എന്റെ കയ്യിൽ മന്ത്രക്കുടുക്കൊന്നും ഇല്ലെന്ന് കണ്ടോ? ശരി. സോമനും ട്രീസ എന്തിയേ? മുറിയിലുണ്ട്. നീ ചെന്ന് അവരോട് ഇങ്ങനെ വരാൻ പറ. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നാൽ എങ്ങനാ? അങ്ങോട്ട് ചെല്ലടാ. ചെല്ലണമെന്നുണ്ട്, പക്ഷെ എന്തോ ഒരു പേടി പോലെ. ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ആരെയും പേടിയില്ലെന്ന് നീ തന്നെയല്ലേ പറയാറ്? ശരിയാണ്, പക്ഷേ പോകാനുള്ള സമയമെടുക്കും തോറും നെഞ്ചെടുപ്പ് കൂടി കൂടി വരിക. അവളോട് എല്ലാം തുറന്നു പറയുന്ന നല്ലതെന്ന് എന്റെ മനസ്സ് പറയണു. വെറുതെ മണ്ടത്തരം കാണിക്കരുത്. ഇപ്പോ സോഫിയോടൊന്നും പറയാൻ നിൽക്കണ്ട. പക്ഷെ പറഞ്ഞില്ലെങ്കിൽ നിന്റെ തലയ്ക്കെന്താ ഭ്രാന്താണോ? നീ എന്താ അവളോട് പറയാൻ പോണത്? എന്തൊക്കെയായാലും അവളുടെ ഏട്ടനെ കൊന്ന കേസിലെ 1ാം പ്രതിയാ നീ. ഊണ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പോകും. അതുവരെ പഴയതുപോലെ വളരെ കാഷ്വലായിട്ട് പെരുമാറണം. വിളിച്ചോ? എന്നാ നീ വല്ലാതിരിക്കുന്നേ?
ഒന്നുമില്ല. പാവം സോമം പോകുന്നതില് അവക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. മോളെ, ആ ജഗ്ഗിൽ കുറച്ച് വെള്ളം എടുത്തോണ്ട് നോക്കിയ സോഫി. സോഫിയെ, എന്നാ നിപ്പാ ഇത്? ആ ജഗ്ഗിലെ ശകലം വെള്ളം എടുത്തോണ്ടെങ്കിൽ ചെല്ല്. ഓ, കിച്ചടി മറന്നു. ആഹാ, രണ്ടാളും കൂടി എന്നതായിരുന്നു വിശേഷം പറച്ചില്? അമേരിക്കന്ന് വല്ല മദാമ്മമാരെയും പൊക്കിയെടുത്തോണ്ട് വന്നേക്കരുതെന്ന് ഞാൻ പറയായിരുന്നു. അങ്ങനെ എങ്ങാനും വന്നാ നല്ല ചുട്ട അടി കിട്ടുവേ. ഓ, എന്റെ മോൻ അങ്ങനൊന്നും വീഴത്തില്ല. വീഴത്തില്ല വീഴത്തില്ല, വീഴിക്കത്തേ ഉള്ളൂ. ഇവിടെ തന്നെ കണ്ടില്ലേ, ഇനി വീഴാൻ ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി. അല്ലേ, വെള്ളം എടുത്തില്ലേ? അത് ഞാൻ മനസ്സ് എവിടെയോ വീണ് കിടക്കുക. ചേർത്ത് വെള്ളം എടുത്തോണ്ട് വന്നേ. ഓ, മോളിങ്ങോട്ടിരിക്കെ. മോളെ കഴിക്ക്. പായസം എടുത്തു വെച്ചിട്ടുണ്ട്. ചൂട് പാകാവുമ്പം എടുത്തു കൊടുത്തേക്കണേ. അല്ല, നിനക്കിത് എന്നാ പറ്റിയതാ? കൊറേ നേരം ആയല്ലോ കടന്നൽ കുത്തിയ പോലെ. ചേട്ടത്തിയെ, ഇപ്പൊ വന്നേക്കാം. ഓ, കുര്യാക്കൊച്ചേട്ടൻ എത്തിയോ? പള്ളിയിൽ വെച്ച് കണ്ടപ്പോ അന്നക്കൊച്ചമ്മയാ വരാൻ പറഞ്ഞത്. മാനേജർ കൊച്ചൻ പോവാണല്ലേ? ആ, പിന്നെ കിക്കിലി എങ്ങോട്ടാ? എന്റെ മാത്തൂട്ടിക്ക് ഇച്ചിരി ചോറൂണെന്ന് കൊടുക്കാനാ. അല്ല, അവരെ പശുവോ കുതിര മറ്റേ ചവിട്ടിന്ന് കേട്ടു. നേരാ? ഓ, എന്നാ പറയാനാ, പശുവും കുതിരയും മാറി മാറി ചവിട്ടി ചവിട്ടി ഇനി കലങ്ങാനൊന്നും ബാക്കിയില്ല. സോഫിയോൾ കണ്ടോ? ആളുകൾ വരും പോകും. പക്ഷെ എൻ്റെ ഈ കഴിച്ചൂട് അറിഞ്ഞാലേ നമ്മുടെ ബെൻസൂട്ടിന് സമാധാനാവും. ഡാ, വണ്ടി ഇപ്പൊ റെഡി. ആ മാനേജർ കൊച്ചിനോട് ഒരുക്കിക്കോളാൻ പറ. നീ പറഞ്ഞത് നേരാ. അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോ എന്റെ ഉള്ളിലും വല്ലാത്തൊരു അങ്കലാപ്പായിരുന്നു. ഒരു കണക്കിന് ഞാൻ ഉണ്ടെണീറ്റത്. ചേട്ടത്തി എന്തിയെ? വീട്ടിൽ പോയി. അടുത്ത ഞായറാഴ്ച തന്നെ സോഫിയും പോകുമല്ലേ? അവക്ക് വല്ലാത്ത വിഷമമുണ്ട്. നീ കഴിക്കണില്ലേ? കഴിക്കാൻ തോന്നണില്ല. അവര് കാര്യമായിട്ട് പറഞ്ഞുണ്ടാക്കിച്ചതല്ലേ, ഇത്തിരി കഴിക്കടാ. എങ്ങോട്ടാ? ഞാനിപ്പോ വരാം. എന്താ ഈ നേരത്തെ ഒരു പ്രാർത്ഥന? എന്തോ മനസ്സിനൊരു വല്ലായ്മ. കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്ന ഒരാശ്വാസ. അല്ല, നീ പായസം കഴിച്ചില്ലേ? നിങ്ങക്ക് തരാതെ ഞാൻ എങ്ങനെ കഴിക്കുക? അയ്യോ, നിനക്കറിയത്തില്ലയോ ഞങ്ങൾക്ക് മധുരം കഴിക്കാൻ പാടില്ലെന്ന്? ഈ ഒരു പ്രാവശ്യം കൂടി ആവാം. ഞാനിന്ന് പോവല്ലേ, എൻ്റെ ഒരു സന്തോഷത്തിന്. ആ പിന്നെ, ഞാനിനി തിരിച്ചു വന്നിട്ടേ മധുരം കഴിക്കാവൂ. എത്രയും വേഗം നീ തിരിച്ചു വരണമെന്നാ ഞങ്ങളുടെ പ്രാർത്ഥന. അപ്രകാരം തന്നെ പായസമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് അമ്മമാർക്ക് നൽകിക്കൊണ്ട് സോളമൻ ഇങ്ങനെ അരുൾ ചെയ്തു: ഇത് ഞാൻ തിരിച്ചു വരും വരെ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾക്ക് നൽകുന്ന
എൻ്റെ സ്നേഹമാകുന്നു. നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. നീ കഴിക്കേ. ഞാൻ കഴിച്ചോളാം. കിക്കിലെടുത്തേ, ഒരു ഗ്ലാസ് പായസം കൊണ്ട് എടുത്തോളൂ. അപ്പോഴേ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? നീ സോഫി ഇങ്ങോട്ട് വിളിക്കേ. ഞങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ കൈകോർത്തൊരു സത്യം ചെയ്യണം. സത്യം? ആ, എവിടെ പോയാലും രണ്ടാളും ഈ സ്വർഗത്തിൽ തിരിച്ചു വന്ന് ഒരുമിച്ചൊരു കുടുംബമായിട്ട് ജീവിക്കുമെന്ന്. അതിപ്പോ ഞാൻ ഒന്നും പറയണ്ട. ഇത് ഞങ്ങളുടെ കൂടി ആഗ്രഹം. നീ അവളെ വിളിക്ക. ചെല്ലു സോമ. ഇത് ഞങ്ങൾ കഴിച്ചോളാം. ചെല്ലടാ. സോഫി, സോഫി. ആ, കുര്യാക്കച്ചേട്ടൻ എത്തിയ? ഞാനിന്ന് പോവുക. നന്നായി, കർത്താവിന്റെ വിളി കേട്ടു. അല്ല, ആരെയും വിളിക്കുന്നത് കേട്ടല്ലോ. സോഫിയെ കണ്ട? സോഫിയ ഏതാണ്ട് പൊട്ടം കടിച്ച പോലെ അങ്ങോട്ട് ഓടുന്ന കണ്ടു. എങ്ങോട്ട്? ആ, ചോദിച്ചിട്ട് കമാന്നൊരു അക്ഷരം മിണ്ടില്ല. അതിന്റെ സ്വഭാവം ചിലപ്പോ അങ്ങനെയാ. എന്താ കുട്ടി നീ കാണിച്ചത്? അവര് പറയുന്ന ഞാൻ കേട്ടതാ. അയാളാ എന്റെ ചേട്ടന്. അല്ല, എനിക്കറിയാം. ഞാനെല്ലാം വിശദമായിട്ട് പറഞ്ഞോളാം നേറ്റത് കൊണ്ടാ അവൻ നിന്നോട്. സത്യമറിയാതെ നീ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ദൈവം രക്ഷിച്ചു. എന്താ ഫാദർ? എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ. കാര്യം പറയൂ ഫാദർ. അല്ല, പെട്ടെന്നുള്ള എടുത്തിയാട്ടത്തിന് നിന്നോടുള്ള ദേഷ്യം കൊണ്ട് അവളൊരു മണ്ടത്തരം കാണിച്ചു. എന്ത്? അല്ല, നീയും ട്രീസയും സംസാരിക്കുന്നത് കേട്ട് നിനക്ക് തന്ന പായസത്തില് അവൾ വിഷം ചേർത്തു. സത്യമാണോ ഞാൻ കേട്ടത്? എന്നോട് പൊറുക്കണം. പെട്ടെന്ന് കേട്ടപ്പോ എനിക്ക് അങ്ങനെ ചെയ്യാനേ തോന്നിയത്. എന്റെ അമ്മമാരും അർഹിക്കാത്തതാണെങ്കിലും നിനക്ക് കിട്ടിയ ശിക്ഷ നീ അനുഭവിച്ചു. തെറ്റിദ്ധാരണ കൊണ്ടും പക്വതയില്ലായ്മയുടെ എടുത്തുചാട്ടം കൊണ്ടും അവള് ചെയ്ത തെറ്റിലുള്ള ശിക്ഷയും അവളോടുള്ള പ്രായശ്ചിത്തം പോലെ നീ ഏറ്റുവാങ്ങിയില്ലേ? വലിയ മനസ്സാ നിന്റെ. അത്രയ്ക്ക് വലിയ ത്യാഗമാണ് നീ ചെയ്തത്.
അതുകൊണ്ട് തന്നെയാ നിനക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടിയതും. ആ അനുഗ്രഹം എന്നും നിനക്കുണ്ടാവും. ആ പിന്നെ സോഫി, ആരുമില്ല അവക്ക്. ഞാൻ അവളെ ഒരു കോൺവെന്റിലാക്കിയിരിക്കുക. കുറ്റബോധം കൊണ്ട് അവൾ ആകെ വീർപ്പ് മുട്ടി കഴിയുക. സിമിത്തേരിയിലെ കുർബാനയ്ക്ക് വരണമെന്ന് അവൾ തീരുമാനിച്ചിരുന്നതാ. പക്ഷേ നിന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം ഇല്ലാത്തോണ്ടാ. കാണണ്ടേ നിനക്കവളെ? ചെല്ല്, പ്രാർത്ഥനാ മുറിയിലുണ്ട്. വരുന്നുണ്ട് എൻ്റെ കൂടെ. നിന്നെ കൊണ്ട് ചെല്ലാന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഒന്നിക്കുന്നതും ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നതും സ്വപ്നം കണ്ട് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന രണ്ടാത്മാക്കള് അവിടെ കാത്തിരിപ്പുണ്ട്. പോണ്ടേ നമുക്ക് കന്നഡ കളിയിലേക്ക്?